അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം പറഞ്ഞത് ശരിയാണെന്ന് ലോകം സമ്മതിക്കുന്ന, ലോക നേതാക്കൾ സമ്മതിക്കുന്ന ഒരു സുമുഹൂർത്തവും കൂടെ സംജാതമായിരിക്കുകയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ നിയുക്ത പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു, ഐ ആം എ ബിഗ് ഫാൻ ഓഫ് ഹിന്ദു ആൻഡ് ഐ ആം എ ബിഗ് ഫാൻ ഓഫ് ഇന്ത്യ. ഇത് പറയാനുള്ള കരുത്ത്, ഈ പറയാനുള്ള ഒരു ആർജവം അദ്ദേഹത്തിന് കിട്ടിയത് നമ്മൾ ലോകത്തിന്റെ മുന്നിൽ കരുത്തരായി വന്നതുകൊണ്ടാണ്, കരുത്തായി നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോ അത് കുറെ പേര് ശക്തമായി ഹിന്ദുത്വം പറഞ്ഞിട്ട് തന്നെയാണ്, ഒരുപാട് ഇതുപോലുള്ള ധർമ്മ പരിഷത്തുകൾ പ്രവർത്തിച്ചിട്ട് തന്നെയാണ്. അതിനപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മഹത്തായ സംഘടനയുടെ 100ാം വാർഷികമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീമായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഹിന്ദു മഹാസമ്മേളനത്തിന്റെ പരിപാടി എന്ന് നമ്മുടെ പ്രസിഡന്റ് ആദരണീയ ഗോപാലി തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഭാവിയിൽ നമ്മുടെ നോട്ടീസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പറയും. പിന്നെ ഈ ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ ഓൾ ഇന്ത്യ ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഫോം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കേവലം 1000 രൂപയാണ് അതിന്. അത് ഇവിടെ ഇരിക്കുന്നവരെങ്കിലും ഒരു ഫോം ചേരുകയും, കുറെ പേരൊക്കെ ചേർന്നിട്ടുള്ളവരാണ്, അല്ലാത്തവർ ഒരു 2 എണ്ണം കൂടി എടുത്ത് ചേർത്ത് 3 ആയിട്ട് കൊണ്ട് തരികയും വേണം. കാര്യം നമുക്ക് നോട്ടീസ് അടിക്കുക അടക്കമുള്ള ഇനീഷ്യൽ എക്സ്പെൻസ് ഒരുപാട് വരുന്നുണ്ട്. ഇതിനകത്ത് വേറെ ഫണ്ടോ വ്യാജമായിട്ടോ അല്ലാതെയുള്ള പിരിവുകളോ ഒന്നുമില്ല. ഈ ഹിന്ദു മഹാസമ്മേളനത്തിന്റെ സമയത്ത് മാത്രമാണ്. ഒപ്പം ഞങ്ങൾ ആരോടും പറയാതെ ഒരു ഫോട്ടോ പോലും എടുക്കാറില്ല ഞങ്ങൾ. കാര്യം ഈ ഒന്ന് കൊടുത്തിട്ട് ഫോട്ടോ എടുത്താൽ അവർക്ക് തീർച്ചയായും ക്ഷീണമാണ് അല്ലേ. ഞങ്ങൾ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ഗവൺമെന്റ് സ്കൂൾസിലുള്ള കുറച്ച് പേർക്ക് മരുന്ന് വാങ്ങാനും മറ്റുമൊക്കെ കാശ് കൊടുക്കുന്നുണ്ട്. അതിന് കിട്ടുന്ന ചെറിയ പെൻഷനൊന്നും ഒരിടത്ത് എത്തുന്നില്ല ആർക്കും, അത്രയ്ക്ക് ചിലവാണ്. അങ്ങനെയൊക്കെ ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ പറയാം. നമുക്ക് മറ്റൊരു കാര്യങ്ങൾ, ആളുകൾ ഈ പാഠം പഠിക്കാത്ത ഹിന്ദുവിന്റെ കാര്യം അറിയപ്പെടുന്ന ഒരാളിനെ വെച്ച് തന്നെ പറയാം. നമ്മുടെ ഖാർഗെ, മല്ലികാർജുൻ ഖാർഗെ, BJP കഴിഞ്ഞാൽ അടുത്ത പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ വസ്തു വഖഫ് കൊണ്ടുപോയി. പുള്ളിക്ക് മനസ്സില്ല എങ്കിലും മതേതരത്വം പാലിക്കണമല്ലോ, അതുകൊണ്ട് പുള്ളി അത് വിട്ടുകൊടുത്തു. ഈ ഖാർഗെയുടെ മറ്റൊരു സംഗതിയുണ്ട്, അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന് 6 വയസ്സുള്ളപ്പോൾ കൊല്ലപ്പെട്ടു. എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഇന്ത്യ സ്വതന്ത്രമാകും, ഭാരത സ്വതന്ത്രമാകും എന്ന് കണ്ട സന്ദർഭത്തിൽ ഈ ഹിന്ദുക്കൾക്കെതിരെ ഹൈദരാബാദ് നൈസാമിന്റെ വേട്ടപ്പട്ടികളെ റസാക്കർമാർ അതിക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടു. ആ ആക്രമണത്തിൽപ്പെട്ട് ഹിന്ദു ആയതുകൊണ്ട് മാത്രം അച്ഛൻ കൊല്ലപ്പെട്ട അനാഥനായ ആളാണ് നമ്മുടെ ഇന്നത്തെ ഖാർഗേജി. പക്ഷേ ഇത്രയും ക്രൂരമായ ഒരു അനുഭവം, ഹൃദയഭേദകമായ ഒരു അനുഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഇന്നും ഹിന്ദു വിരുദ്ധനും മുസ്ലിം അനുകൂലിയും വഖഫ് അനുകൂലിയും കപട മതേതരനുമായി തുടരുന്നു എന്നുള്ളതാണ് നമ്മുടെ വർത്തമാനകാലത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി. ഇങ്ങനെയാവാൻ ലോകത്ത് ഹിന്ദുവിന് മാത്രമേ പറ്റൂ എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ശ്രീ അധ്യക്ഷൻ CS രാജശേഖരൻ നായർ, അദ്ദേഹം നമ്മുടെ ചെയർമാനാണ്. ഡോക്ടർ ശ്രീ TP സെൻകുമാർ സാർ, അദ്ദേഹത്തിന് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ശ്രീ ഭുവനൻ ചേട്ടൻ, അദ്ദേഹത്തിന് ഈ നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാ പേർക്കും അറിയാം. ശ്രീ അനിൽ പരമേശ്വരൻ ചേട്ടൻ, നമ്മുടെ ഭദ്രദീപം കൊളുത്തിയ നമ്മുടെ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ ആദ്യ കാലം മുതൽ ഉണ്ടായിരിക്കുകയും ഔദ്യോഗികമായിട്ട് ഒരു ചുമതലയില്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം, അദ്ദേഹം പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ടാണ് നമുക്കെല്ലാം ഓഡിറ്റ് ചെയ്ത് തരുന്നത്. അദ്ദേഹം എറണാകുളത്ത് അതുമായി ബന്ധപ്പെട്ട യാത്രയ്ക്ക് പോകുന്ന കാശ് പോലും വാങ്ങാറില്ല. അദ്ദേഹം തന്നെ മൊത്തം പരിശ്രമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് ATG ഒക്കെ വാങ്ങി തന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത ഡോക്ടർ സുജാത ടീച്ചറുടെ ഇരിപ്പുള്ള അറിയപ്പെടുന്ന സാഹിത്യകാരിയും സാംസ്കാരിക പ്രവർത്തകയുമാണ്. ശ്രീ പാച്ചല്ലൂർ അശോകൻ സാർ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ CK കുഞ്ഞു സാർ, അദ്ദേഹത്തിന് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ശ്രീ KG വേണുവേട്ടൻ, ദശാബ്ദങ്ങളുടെ സംഘടനാ പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ആധ്യാത്മിക ആചാര്യൻ ശ്രീ സ്വാമി സേവാനന്ദ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്വന്തം സഹോദരൻ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ അഭിമാനവും ആയ മഹാപണ്ഡിതനും ശരിക്കും രാജവൈദ്യനുമായ മോഹൻലാൽ സാർ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നാടൻ സഹോദരൻ ശ്രീ വിവേക് ഗോപനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.
ശരി ഉറപ്പില്ല. അധ്യക്ഷ പ്രസംഗത്തിനായി ഹിന്ദുധർമ്മ പരിഷത്ത് അധ്യക്ഷൻ ശ്രീ രാജശേഖരനെ ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലിരിക്കുന്ന ആദരണീയനായ വ്യക്തിത്വങ്ങൾ, അതേപോലെ തന്നെ സദസ്സിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പ്രസന്റേഷനാണ് ഇവിടെ, പ്രസൻസാണ് നമ്മളുടെ കുറേ വർഷത്തിന് ശേഷം കാണുന്നതാണ്. വളരെ ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നത്. കാരണം ഇത് കുറേ വർഷങ്ങളായിട്ട് നമ്മളിത് നടത്തിക്കൊണ്ടുവരികയാണെങ്കിലും ഇതിൻ്റെ ആവശ്യകത, ഇപ്പം ഇവിടെ സഹോദരൻ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതിൻ്റെ ആവശ്യകത ഹിന്ദു എന്ന് പറയുമ്പോൾ ഭയക്കുന്നു, ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുന്നു, ഹിന്ദു എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റിക്ക് പോലും നമുക്ക് പൈസ തന്നിട്ട് പറയും എൻ്റെ പേര് വയ്ക്കല്ലേ. ഇന്ന് കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നതല്ല ആ സാഹചര്യത്തിൽ നിന്നും ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് അലങ്കാരമാണ്. ഹിന്ദു ആവാൻ വേണ്ടി ഞങ്ങളൊക്കെ കൊച്ചിലെ സംഘത്തിൽ പോകുമ്പോൾ രക്ഷാബന്ധൻ രക്ഷ കിട്ടുമ്പോൾ ഞങ്ങൾ പോക്കറ്റിലൊക്കെയാണ് കൈയിട്ടിട്ട് പോകുന്നത്. കാരണം അത് പൊട്ടിക്കും, അല്ലെങ്കിൽ നമ്മളെ അത് ടാർഗറ്റ് ചെയ്യും, ഉപദ്രവിക്കും എന്നൊക്കെ. ഇന്ന് അതല്ല. ഇന്നത് രാഷ്ട്രീയ അല്ലാത്തവരും കെട്ടിയിട്ട് അവർ കാണിക്കുകയാണ് BJP ഭരണം. പക്ഷെ നമ്മളെ കേരളത്തിൽ നിന്ന് മാറിയിട്ടില്ല ഹിന്ദു എന്ന് പറയുവാൻ. എന്റെ അച്ഛനും അമ്മയൊക്കെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ ഹിന്ദുവായിട്ട് ജീവിക്കാനാണ്. നമ്മൾ അവരെ ഫോളോ ചെയ്തു. വീട്ടിൽ പ്രയാസങ്ങൾ ഉള്ളപ്പോൾ കുറച്ച് അരിയും തേങ്ങയും ശർക്കരയും തന്ന കാലത്ത് വിളിച്ചണത്തി ക്ഷേത്രത്തിൽ പോയിട്ട് പൂജ ചെയ്യിച്ചിടുവാന്ന് പറഞ്ഞിട്ട് പോവും. ഞങ്ങൾ പോയി തണുത്ത് കുറച്ചൊക്കെ പൂജ ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടതാണ് നമ്മളുടെ വിശ്വാസം. നമ്മളെ പൂർവികർ എല്ലാം നമ്മളെ ഈ വിശ്വാസം സംരക്ഷിച്ചു വെച്ചു. ഇത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നാം എന്ത് തിരിച്ച് എന്ത് കൊടുക്കുന്നു, ഇതൊരു ക്വസ്റ്റ്യനാണ്. ഞാനും ബോംബെയിൽ പോയിട്ട് ആദ്യമായിട്ട് 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്റെ മനസ്സിലൊരു സങ്കല്പം, ഞാൻ ഇറങ്ങിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പൊന്നല ശ്രീധരൻ പാർക്ക് കണ്ടു. എന്റെ പൊന്നല ശ്രീധരൻ പാർക്ക് എന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് ബസ് സ്റ്റാൻഡാണ്. ഈ സ്ഥലത്തിരിക്കുന്നത് 6 അടി താഴ്ചയിലുള്ള ഒരു കുഴി, വേസ്റ്റ് ഇടുന്ന സ്ഥലം. ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി, ഇത്രയും രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ എന്നറിയില്ല, അത്രയും ഫ്ലാഗുകൾ കെട്ടിയിട്ടുണ്ട്, ഫ്ലെക്സുകളുണ്ട്, പ്രതിഷേധ കൊടികളും എല്ലാം. ആൾക്കാർ 1ഉം 2ഉം ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു പൊന്നല ശ്രീധരൻ പാർക്ക്. അന്ന് മനസ്സിൽ പ്രയാസം തോന്നി. എന്റെ നാടിങ്ങനെ അല്ലല്ലോ വയ്ക്കേണ്ടത്, എന്റെ ഉത്തരവാദിത്വമല്ലേ. 2 വർഷം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മയുടെ അച്ഛന്റെയും കുടുംബത്തിന്റെ ദുഃഖം ഒരു മരണ വീട് പോലെ അപ്പോഴും മനസ്സിലായി. ഇതേപോലെയല്ലേ ഈ നാട് വിട്ടു പോകുമ്പോൾ എല്ലാവരും വീടുകളും ദുഃഖിക്കുന്നത്. പിന്നെ എല്ലാ വർഷവും ഓണത്തിന് 1 മാസം ഞാൻ നാട്ടിൽ വരാമെന്ന് അമ്മയ്ക്ക് വാക്കു കൊടുത്തു. അന്ന് എന്റെ ക്ഷേത്രത്തിൽ എല്ലാം മുടങ്ങാതെ ഇന്ന് 50 വർഷമായിട്ട് എങ്കിലുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രത്തില് എല്ലാ തിരുവോണത്തിനും എന്റെ പൂജയും എന്റെ അഭേദാനന്ദ ആശ്രമത്തിലെ അന്നത്തെ ഭജനയുമാണ്. അത് കണ്ടിന്യൂസ് ആണ്. ഞാൻ കൊച്ചിലെ സ്കൂളിൽ പോയപ്പോൾ എനിക്ക് വന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഞാൻ എന്റെ സ്കൂളിൽ പോയി കേട്ടു. ഞാനൊരു ടോയ്ലറ്റ് ചെയ്യട്ടെ, അവരെന്നെ കളിയാക്കി. ഇന്ന് ഞാനൊരു മാതൃകാപരമായിട്ടുള്ളൊരു സ്കൂള് ചെയ്തു. എങ്ങനെ ഇരിക്കണം, എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ എനിക്ക് എന്നാൽ കഴിയുന്നത് എങ്ങനെ ചെയ്യുവാൻ സാധിക്കും. തിരുവനന്തപുരത്തിന്റെ എല്ലാ പാർക്കുകളും ഇന്നും തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഫ്രണ്ടിലുള്ള ആ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ഞാൻ ചെയ്തതാണ്. എനിക്കെന്ത് തിരിച്ചു കിട്ടും? ഒന്നര ശ്രീധരൻ പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അന്നത്തെ ടീച്ചർ മേയർ കേട്ടു എന്നോട് ആശയം എന്താ ഇതിൽ കിട്ടാൻ പോകുന്നത്. കിട്ടുന്നതിനൊരു വിലയില്ല എന്നുള്ളതാണ്. അതിന് വിലയില്ല.
കാരണം എനിക്കത് ചെയ്യുവാൻ സാധിക്കെങ്കിൽ അതിൽ കിട്ടുന്നതായിട്ടുള്ള സന്തോഷം, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു പോകുമ്പോൾ അതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല കാര്യം. അല്ല കുറേ സമ്പത്തല്ല. ഞാനും എൻ്റെ ബാങ്കിൽ ഇരിക്കുന്ന വേണുവിട്ട് നോക്കി, ഞങ്ങൾ 45 വർഷം കഴിഞ്ഞിട്ടാണ് തമ്മിൽ കാണുന്നത്. കൊച്ചിയിൽ ഒന്നിച്ചൊക്കെ പ്രവർത്തിച്ച ഞാൻ സംഘത്തിൽ പോയി അന്ന് ABUPയുടെ മെയിൻ ആളായിട്ടൊക്കെ പ്രവർത്തിച്ചു. അങ്ങനെ ക്യാമ്പിൽ പോയി പരിചയപ്പെട്ടാണ്. 45 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. പക്ഷെ ആ ഒരു ബന്ധം, സ്നേഹം, അത് സഹോദര ബന്ധത്തിനപ്പുറമാണ്. ഇതാണ് നമ്മളെ സംഘം പഠിപ്പിച്ചത്. ഈ മാതൃഭൂമി ഇത് സംരക്ഷിക്കേണ്ട നമ്മളുടെ കർത്തവ്യമാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ അതൊരു തീവ്രവാദി അല്ല, അത് വലിയ വിലപിടിപ്പുള്ളതാണ്. ആർക്കും കിട്ടാത്തൊരു സമ്പത്താണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. ജോബ് ഓപ്പർച്യൂണിറ്റി തൊഴിലില്ലായ്മയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഇവിടെ വന്ന് തൊഴിൽ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുമ്പോൾ, ഇന്നലെ ആലപ്പുഴ KC വേണുഗോപാൽ ഉദയ ബാക്ക്വേർഡ് ഞങ്ങളുടെ അവരുടെ പാർലമെന്ററി കമ്മിറ്റി അടക്കിയ 50 MP ഉണ്ട്. അന്നത്തെ ഫംഗ്ഷനിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഉദയ ബാക്ക്വാട്ടർ വന്നപ്പോൾ ഇവിടെ ആലപ്പി മാറി, അവിടുത്തെ റോഡെല്ലാം PWD ഏറ്റെടുത്തു കൊടുത്തു. റോഡെല്ലാം ഞാനാണ് ഇവിടെ നിന്ന് ചെയ്യിച്ചത്. ആ മാറ്റം അവരിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് മാറ്റാൻ സാധിക്കും. കാരണം ആലപ്പുഴയ്ക്കാണ് ആദ്യം വികസനം വേണ്ടത്. അവിടെ രാഷ്ട്രീയക്കാരെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരെ സമരത്തിന് കൊണ്ടുപോകുക, 500 രൂപ കൊടുക്കുക, അതിനപ്പുറത്തൊന്നുമില്ല. അവിടെ നല്ല ഡ്രസ് ഇട്ട് ആരെങ്കിലും പോയാൽ പോലും അവർ ദേഷ്യത്തിലാണ് നോക്കുക. കാരണം എനിക്കില്ലാത്തത് അവനുണ്ടല്ലോ. അത് മനസ്സിലാക്കിയാൽ 10 വർഷം എടുത്തൊരു 5 ഏക്കർ സ്ഥലം മേടിക്കാൻ പുന്നോട. ഇന്ന് കുമരകത്തിലെ കാലം ആലപ്പുഴ നല്ലൊരു റിസോർട്ട് ചെയ്തു. ഇന്ന് ഇന്റർനാഷണൽ സ്റ്റാറ്റസിൽ അത് ഇന്റർനാഷണൽ ടൂറിസത്തിൽ കൊണ്ടുവരാൻ പോവുകയാണ്. അതേപോലെയാണ് വാഗമൺ IS ട്രെയിനിങ് സെന്റർ എന്ന് പറഞ്ഞ് വാഗമണിൽ ഇപ്പോൾ എല്ലാ പണി നടക്കുന്നത്. സ്വർഗത്തിന് തുല്യമാണ് ആ വാഗമണ്ണൊക്കെ. നമ്മൾ ഹെലികോപ്റ്റർ സർവീസ് ആലപ്പിയിൽ നിന്ന് വാഗമണ്ണൊക്കെ തുടങ്ങും. ഇത് എനിക്കറിയാവുന്ന പണി ചെയ്യുക എന്നുള്ളതാണ്. ഇതേപോലെ നമ്മളെ ഉള്ളിലിരിക്കുന്ന എല്ലാവരും ഓരോരോ പ്രസ്ഥാനങ്ങളാണ്, ഓരോരോ വ്യക്തികളെല്ലാം എനിക്കറിയാം. അവരെല്ലാം അവരുടെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെല്ലാം നിവർന്നു നിന്ന് ഞാൻ ഹിന്ദുവാണ്, ഇതെന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറയുമ്പോൾ ശ്രീ ചെങ്കൽ രാജശേഖരൻ നായർ അടങ്ങുന്ന വേദിയിലെ എല്ലാ ബഹുമാന്യ വ്യക്തികളെ, സദസ്സിലെ പ്രിയപ്പെട്ട എല്ലാവരും, ഇതൊരു എസ്റ്റംബർ സ്പീച്ച് പോലെയാണ്. കാരണം ഇവിടെ വന്നപ്പോഴാണ് എന്നോട് പറയുന്നത് ഇത് ഉദ്ഘാടന പ്രസംഗം നടത്തണമെന്ന്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, സ്കൂളിലും കോളേജിലും ഒക്കെ കുറച്ച് എസ്റ്റംബർ സ്പീച്ച് നടത്തിയതിൻ്റെ ഗുണം ഇപ്പോഴാണ് കിട്ടുന്നത്. കാരണം അത്ര 5 മിനിറ്റ് മുമ്പ് സബ്ജക്റ്റ് തന്ന് സബ്ജക്റ്റിനെ പറ്റി പറയാനായിട്ട് കുറച്ച് പ്രാക്ടീസ് കിട്ടിയിരിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണമാണ്. നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ കേട്ടായിരുന്നു, അതിൻ്റെ ഒരു പ്രതിധ്വനി എന്ന പോലെ ഈ കഴിഞ്ഞ മഹാരാഷ്ട്ര, ജാർഖണ്ഡ് ഇലക്ഷനിലും അതുപോലെ ഉണ്ടായിരുന്ന പല ഉപതെരഞ്ഞെടുപ്പുകളിലും ചേട്ട 2 പ്രധാന മുദ്രാവാക്യങ്ങളുണ്ട്. അതൊന്ന് ഏക് ഹേ സോ സേഫ് ഹേ, 2 ബാട്ടേങ്കെ തോ കാട്ടേങ്കെ. ഇത് രണ്ടുമാണ്. ഇത് ഇപ്പോൾ കുറെ കൂടി തുറന്ന്, ഇത്രയും നാൾ അത്ര തുറന്ന് പറയേണ്ടി വന്നിരുന്നില്ല. പക്ഷെ നമ്മൾ കാണുന്നത് ഇതിനെതിരെ നിൽക്കുന്നവർ ഇതിലും വളരെ വ്യക്തമായിട്ട്, വളരെ എതിരായിട്ട്, അതായത് ഇവിടെ ഒരു പ്രത്യേക രാജ്യമുണ്ടാക്കിയേ അടങ്ങൂ എന്നുള്ള മട്ടിലേക്ക് നീങ്ങുന്ന വിധത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തുറന്ന് പറയേണ്ടി വരും, തുറന്ന് മനസ്സിലാക്കേണ്ടി വരും. അപ്പം അങ്ങനെ ബാട്ടേങ്കേത്തോ കാട്ടേങ്കെ എന്ന് പറയണമെങ്കിൽ, അത് അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ ഇത് 14 പ്രാവശ്യം നടത്തി കഴിഞ്ഞു. 2025 സ്വാഗത സംഘത്തിൻ്റെ രൂപീകരണത്തിനാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഹിന്ദുക്കൾ പലപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മുഴുവൻ
ആചാരങ്ങൾക്കും അതുപോലുള്ള ചടങ്ങുകൾക്കും മാത്രമാണ്. അതിൽ കൂടുതലായിട്ട് ഓരോ ക്ഷേത്രങ്ങളും, ഇപ്പോൾ ദേവസ്വത്തിൻ്റേതല്ലാതായിട്ടുള്ള ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. അതിന് നല്ല രീതിയിൽ നടക്കുന്ന ക്ഷേത്രങ്ങളും ആയിരക്കണക്കിനുണ്ട്. ഓരോ ക്ഷേത്രങ്ങളും ആധ്യാത്മികമായിട്ടുള്ള പുരോഗതിയുടെ മാത്രമല്ല ഭൗതികമായ പുരോഗതികളുടെ കൂടി കേന്ദ്രങ്ങളാക്കി മാറ്റിയാലേ നമ്മൾ കൂടുതൽ നന്നാവുകയുള്ളൂ. കാരണം ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരുന്നവർ വളരെ കുറയുന്നു. അതേസമയം ഒരു മുസ്ലിം പള്ളിയിൽ എന്തൊക്കെ നടക്കുന്നത്, ആ പള്ളിയിൽ നടക്കുന്ന ഒരു വെള്ളിയാഴ്ചയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രാജശേഖരനാർ പറഞ്ഞ് തിരുവനന്തപുരം വരെ മാറിയെന്ന്. അതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, തിരുവനന്തപുരം പോലും ക്ലസ്റ്ററുകളും ഹോട്ടലുകളും കടകളും മാറി നിറയുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. വളരെയധികം ക്ലസ്റ്ററുകൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, തിരുവനന്തപുരം പഴയ പോലെ അല്ല. വളരെയധികം കടകൾ ഉണ്ടാകുന്നുണ്ട്. ഈ കടകളൊക്കെ എങ്ങനെ നിലനിൽക്കുന്നു? ഒരു കട നടത്തി അയാൾക്കൊരു നഷ്ടം വന്നാൽ ആ നഷ്ടം നികത്താനായിട്ട് അവിടുത്തെ മഹലിൽ അതല്ലെങ്കിൽ മസ്ജിദിൽ ഉണ്ടാകുന്ന വെള്ളിയാഴ്ച മീറ്റിങ്ങുകളിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരാൾ നഷ്ടം വന്നു, അവനെ സഹായിക്കുക. അതുപോലെ അവർക്കെതിരെ ഇപ്പോൾ ഇവിടെ ആരെങ്കിലും ഒരു ഫ്രൂട്ട് കച്ചവടം തുടങ്ങാനൊരു ഹിന്ദു ശ്രമിച്ചു നോക്കുക. ഒരു ഫ്രൂട്ട് കട കുറച്ച് 2-3 സ്ഥലത്ത് തുടങ്ങാൻ ശ്രമിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും ആ കട ഇല്ലാതാകും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനടുത്ത് ചിലർ അതിൽ നിന്ന് ഒന്നും വാങ്ങിക്കില്ല. അത് ഒരു അലിഖിത നിയമമാണ്, അവരാരും വന്ന് വാങ്ങിക്കില്ല. നമ്മളിപ്പോൾ കട ആരുടെയാണെന്ന് നോക്കിയിട്ടല്ല പോയി വാങ്ങിക്കുന്നത്. നമുക്ക് നല്ല സാധനം കിട്ടുമോ, വില കുറഞ്ഞ സാധനം കിട്ടുമോ അവിടെ പോയി വാങ്ങിക്കും. ആരുടെ കടയാണെന്ന് നോട്ടമില്ല. പക്ഷെ മറ്റേത് അങ്ങനെയല്ല, ചില കടകളിൽ നിന്ന് ചിലർ വന്ന് വാങ്ങിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇതിന് ചുറ്റുമുള്ള കടകൾ ഇതിലും വില കുറച്ച് സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ 1-2 ആഴ്ച കൊണ്ട് ഈ ഫ്രൂട്ട് കട തുടങ്ങിയോ പച്ചക്കറി കട തുടങ്ങിയോ അയാൾ അത് പൂട്ടിച്ചിരിക്കും. അത് ഞാൻ ഉറപ്പ് പറയുന്നു, ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെ ക്ഷേത്രങ്ങൾ ഇതിനെല്ലാം സഹായിക്കുന്ന കേന്ദ്രങ്ങളാവേണ്ടത്? ഓരോ ക്ഷേത്രത്തിലും ഇത്രയില്ലെങ്കിൽ ഇതിനേക്കാളും ഏകദേശം പോകുന്ന ഹാളുകൾ, AC ഇട്ട ഹാളൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഹാളുകൾ ഉണ്ടാകണം. ഈ ഹാളുകളിൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസമെങ്കിലും സനാതന ധർമ്മത്തെ പറ്റി പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഉള്ള സംവിധാനം ഉണ്ടാകണം. ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുട്ടികളോട് ചോദിച്ചാൽ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ലക്ഷ്മണരേഖ വാസ്തവത്തിൽ നമ്മൾ പലരും പറയുന്നതാണ്, സാഹിത്യത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. വാസ്തവത്തിൽ വാത്മീകി രാമായണത്തിൽ ലക്ഷ്മണരേഖ ഇല്ല എന്ന് നമുക്ക് പലർക്കും അറിയില്ല. അങ്ങനെ ഒരു രേഖ ഇല്ല, അത് മറ്റു ചിലരുണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു ലക്ഷ്മണൻ വരയ്ക്കുന്നതായിട്ട് ഒറിജിനലായിട്ടുള്ള വാത്മീകി രാമായണം പറയുന്നില്ല. ഇതുപോലെ ശംഭുകവധം ഉണ്ടാകാനായിട്ട് വാൽമീകി രാമായണത്തിന് ഉത്തരരാമായണം ഇല്ല. പിന്നെ എങ്ങനെയാണ് അത് വന്നത്? അപ്പൊ അതുകൊണ്ട് ഇത്ര വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സംവിധാനം. 2, ഈ സെന്ററുകളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും വികസന കാര്യങ്ങളും അതുപോലുള്ള പ്രവർത്തനങ്ങളെ പറ്റി പരിശീലനം കൊടുക്കാനായിട്ട് സംവിധാനം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കുറേയധികം സ്കീംസ് നടപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് പഠനം കഴിഞ്ഞതിന് ശേഷം പരിശീലനം കൊടുക്കാനായിട്ട് എല്ലാ CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് കൊടുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾക്ക് ആരുമില്ല. അപ്പോൾ ഇതേ ഹാളിൽ തന്നെ ഈ എക്സ്പെർട്സിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് ഒരു ചെറിയ ഇൻഡസ്ട്രി തുടങ്ങുന്നത്, അതിൻ്റെ സാങ്കേതിക വിദ്യ എങ്ങനെയെല്ലാം കിട്ടും, അതിൻ്റെ മാർക്കറ്റ് എവിടെയാണുള്ളത്, അതിൻ്റെ ഇൻപുട്ട് എവിടെ നിന്നെല്ലാം കിട്ടും, ഇത് ഏതെല്ലാം രീതിയിൽ ഇതിൻ്റെ ലോൺ കിട്ടും, ഇതെല്ലാം പഠിച്ച് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തുടക്കുന്നത് മുതൽ
അതിൻ്റെ അവസാനം അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ നടപ്പാക്കി എടുക്കാനുള്ള, കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു കേന്ദ്രം കൂടിയായിട്ട് ഇത്തരം ഹാളുകൾ മാറണം. അങ്ങനെ മാറുകയാണെങ്കിൽ 2-3 കാര്യം പുതുതായിട്ട് സംഭവിക്കും. ആ പുതുതായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ ഹാളിൽ വരുന്നവരിൽ ഭൂരിപക്ഷവും ക്ഷേത്രത്തിലും കൂടി കയറും. അപ്പോൾ ഇപ്പോഴും ക്ഷേത്രത്തിൽ വരാത്ത പലരും പുതുതായിട്ട് ക്ഷേത്രത്തിൽ വരാൻ തുടങ്ങും. പുതുതായിട്ടല്ല, ഒരുപക്ഷെ വർഷങ്ങൾക്ക് ഇടയ്ക്ക് മാത്രം ക്ഷേത്രത്തിൽ വരുന്നവർ ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രത്തിൽ വരാനായിട്ട് കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു ഹാളുണ്ടാക്കി ആ ഹാളിന് കുറേ ഉണ്ട്. ഞാൻ ചെറുതായിട്ട് പറയുന്നുള്ളൂ. ഈ ഏക്ക് ഹേത്തോ സേഫ് എന്ന് പറയുന്നതിന് ഒരു വലിയ അപകടം കുറച്ച് ദിവസം മുമ്പ് ഞാൻ പത്രത്തിൽ വായിക്കുകയുണ്ടായി, ടി വിയിൽ അത് കാണുകയും ചെയ്തു. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ ഒരു ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ പൂജയെല്ലാം പഠിച്ച് പൂജാരിയായിട്ട് വന്നു. ആ ക്ഷേത്രത്തിൽ ഒരാൾ ചെന്ന് അയാളുടെ ജാതി ചോദിച്ചു. ജാതി ചോദിച്ചതിന് ശേഷം അയാൾ ഇന്ന ജാതിയാണെന്ന് പറഞ്ഞപ്പോൾ, നിന്റെ ഒരു സാധനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അതെല്ലാം വലിച്ചെറിഞ്ഞു പോയി. എങ്ങനെയാണ് നമ്മൾ ഒന്നാകുക? ഇപ്പം തന്ത്രശാസ്ത്രങ്ങളെല്ലാം പ്രോപ്പറായിട്ട് പഠിച്ച് പാസ്സായി വന്നിരിക്കുന്ന ഒരാൾ ഏത് ജാതിയാണെന്ന് നോക്കിയാൽ ആ ജാതി അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഹിന്ദു സമൂഹം എങ്ങനെയാണ് ഒന്നാകുക? അപ്പം അതുകൊണ്ട് അത് ഒന്നാകാനുള്ള കാര്യം നടപ്പാക്കിയെടുക്കണം. ഇത് പലർക്കും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇത് മനസ്സിലുണ്ടായിരിക്കാം. കാരണം ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം. ഇത് നെയ്യാറ്റിൻകര ഭാഗത്തുള്ളൊരു അമ്പലമാണ്. ഇത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളൊരു ക്ഷേത്രം, ശിവക്ഷേത്രമാണ്. അത് പുനരുദ്ധരീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചു. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് മുമ്പായിട്ട്, ഇങ്ങനെയുള്ളൊരു ചടങ്ങിന് മുമ്പായിട്ട് ക്ഷേത്രത്തിൽ പോയി തൊഴുത് മുന്നിൽ വരുന്ന വഴിക്ക് എൻ്റെ കൂടെ പുറകിലുള്ള 2-3 പേര് പറയുന്നുണ്ട്, ക്ഷേത്രമൊക്കെ നന്നായി, പക്ഷെ ഒരു കുഴപ്പം മാത്രമേ പറ്റിയുള്ളൂ. ആ കുഴപ്പം എന്താണ്? അവിടെയും ദേവസ്വത്തിൽ നിന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട പൂജാരിയാണ്. ആ മനസ്സ് ഹിന്ദുവിന് മാറുന്നില്ല എങ്കിൽ ഈ ഹിന്ദു എല്ലാം മുറിച്ച് മറ്റവനാകുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം മുറിക്കാൻ ചിലർ ചാടിയിട്ടുണ്ട്, ഈയിടെ കണ്ടല്ലോ. അപ്പോൾ അതുപോലെ അവരെല്ലാം മുറിക്കാനായിട്ട് ചാടിപ്പോയി അത് ചെയ്യാണ് നല്ലത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ നടത്തുന്ന സമ്മേളനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഗഹനമായ നമ്മുടെ മനസ്സിന് മാറ്റം വരുത്തുന്നില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമായ പ്രയോജനങ്ങൾ ഇല്ലാതെ വരും. അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി കൊടുക്കുന്ന, എന്തുകൊണ്ട് നാം ഒന്നിച്ച് നിന്നില്ലെങ്കിൽ ഇനി നിലനിൽപ്പുണ്ടാകില്ല, നമ്മുടെ അവസാനത്തെ ഒരു പടിയിലാണ് നാം നിൽക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന സ്ഥിതിയൊന്നുമല്ല. നമ്മുടെ കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ ജനസംഖ്യയിൽ ഉണ്ടായിരിക്കുന്ന വിസ്ഫോടനങ്ങൾ, മാറ്റങ്ങൾ. ഞാൻ ഒരു തവണ കണക്ക് പറഞ്ഞുള്ളൂ, എനിക്കെതിരെ കേസൊന്നും. ഞാൻ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പറഞ്ഞുള്ളൂ. ആ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പറഞ്ഞതിന് എനിക്കെതിരെ 153 ഒക്കെ, അന്നത്തെ 153 ആണ്, ഇപ്പോഴേതാണെന്ന് നോക്കണം. എനിക്ക് കേസ് വന്നതാണ്. അതായത് സത്യം ആരും പുറത്ത് പറയരുത് എന്ന് ഭീതിപ്പെടുത്താനുള്ള ഒരു പ്രവണത പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെ എന്താണ് ഫേസ്ബുക്കിൽ 3 മണിക്കൂർ ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പം ഇതിനെല്ലാം ടീമായിട്ട് പ്രവർത്തിക്കുന്ന വലിയ ടീമുകൾ വർക്ക് ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മളിപ്പോഴും വളരെ അൺസേഫാണ്.
ആ അൺസേഫ് ആയിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ഒന്നിച്ചല്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ ഒന്നിപ്പിക്കുന്നതിന് ഏറ്റവും കാര്യമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടത് ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടുമുള്ള വളർച്ചയാണ്. ആ വളർച്ചയിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളതായിരിക്കണം ഇത്തരം സമ്മേളനങ്ങളുടെ ലക്ഷ്യം എന്നാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. അങ്ങനെയുള്ള ലക്ഷ്യത്തിലേക്ക് കൂടി എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഹജ സംഘയോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ ശ്രീറാം. അടുത്തതായി ഈ യോഗത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി ഹിന്ദുധർമ്മ പരിഷത്ത് പ്രസിഡന്റ് ശ്രീ എം ഗോപാൽജിയെ ക്ഷണിക്കുന്നു. യോഗാരാധ്യനായ സ്വാമി ശങ്കോട്ടണം മഠാധിപതി ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, വേദിയിലംഘിരിക്കുന്ന മഹത് വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. ഹിന്ദുധർമ്മ പരിഷത്ത് നടത്തുന്ന ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ 14ാമത്തെ സമ്മേളനം ഇവിടെ അതിൻ്റെ സ്വാഗത സംഘം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഇന്ന് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ആളുകളും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ വർഷത്തെ ഹിന്ദു മഹാസമ്മേളനം നടപ്പാക്കേണ്ടത്. കഴിഞ്ഞ ഒരു വർഷമായി എല്ലാ മാസവും ഹിന്ദുധർമ്മ പരിഷത്ത് ഓരോ പരിപാടികൾ നടത്താറുണ്ട്. സെമിനാറുകളും ചർച്ചകളും വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച്. ഞാൻ അതിനെക്കുറിച്ചല്ല അറിയുന്നത്. ഇവിടെ 2 ആളുകൾ അധ്യക്ഷ പ്രസംഗം, സ്വാഗത പ്രസംഗം, ഉദ്ഘാടന പ്രസംഗത്തിലും ധാരാളം കാര്യങ്ങൾ പരാമർശിച്ചു. ഞാൻ അടുത്ത ദിവസം മണക്കാടിൽ നിന്ന് കമലേശ്വരം വരെ വെറുതെ ഒന്ന് നടന്നു. കുറെ കാലമായിട്ട് നടന്നു പോകാറില്ല. എനിക്ക് തോന്നുന്നു നടന്നു പോവാം. ഭീകരമായ അന്തരീക്ഷമായിരുന്നു ആ യാത്രയിൽ ഞാൻ കണ്ടത്. റോട്ടിൽ കൂടെ നടന്നു പോയല്ലോ, അങ്ങോട്ടും നോക്കി. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വിചാരിച്ചു അവിടെ ചില വീടുകളിലൊക്കെ പോകാം. ഞാൻ വീടുകളിൽ പോയി. ഒരു വീട്ടിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഒരു വീട് ചൂണ്ടിക്കാണിച്ചിട്ട്, ഇതൊരു വീടായിരുന്നു. ഇപ്പോൾ അവിടെ പൊങ്ങി വന്നിരിക്കുന്നത് ഒരു പള്ളിയാണ്. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു. ആ പള്ളി അറിയുന്നതല്ല. പള്ളി തുടങ്ങിയ സമയത്ത് ഇവിടുത്തെ പ്രാദേശിക ആൾക്കാരായിരുന്നു ഈ പള്ളി കമ്മിറ്റിക്കാർ. ഇപ്പോൾ ആ പള്ളിയിലെ കമ്മിറ്റിക്കാർ ചാലയിലെ കച്ചവടക്കാരായിരിക്കുന്ന തേങ്ങാപ്പട്ടണത്തുകാരാണ്. ഞാൻ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ പ്രാദേശിക മുസ്ലിങ്ങളെയോ മറ്റുള്ള ആൾക്കാരെയോ അവിടെ അടുപ്പിക്കുന്നില്ല. ഇത് മാത്രമല്ല, രാത്രി കാലങ്ങളിൽ 12 മണിക്ക് ശേഷം എയർപോർട്ടിലോ മറ്റോ പോകേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ പോകുമ്പം കാണുന്ന കാഴ്ച, ഇവിടുത്തുകാരല്ലാത്ത പ്രത്യേകതരം വേഷം ധരിച്ച ആളുകൾ
ഈ പള്ളിയിൽ വരുന്നു. സംശയം തോന്നിയതിൻ്റെ ഫലമായി ഞങ്ങൾ അത് നിരീക്ഷിച്ചു. 4 മണിയൊക്കെ ആകുന്ന സമയത്ത് അവർ തിരിച്ചു പോകുന്നു. ബാക്കി കാര്യങ്ങൾ അറിയില്ല. അതിനും ഞാൻ മറുപടി പറഞ്ഞില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് അന്വേഷിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. നോക്കുന്ന സമയത്ത് ആ മെയിൻ റോഡ് മാത്രമല്ല, മറ്റുള്ള ഭാഗങ്ങളിൽ ഇത് തന്നെയാണ് സ്ഥിതി. ഒരു 8-9 വർഷം മുമ്പ് ഇതേപോലത്തെ അനുഭവം മറ്റുള്ള സ്ഥലങ്ങളിലുണ്ടായി. ഇത് ഇന്നും ഇന്നലെയും നടക്കുന്നതല്ല. തിരുവനന്തപുരത്ത്, അതോടൊപ്പം കേരളത്തിൽ ആര് എങ്ങനെ വരുന്നു, എവിടെ പോകുന്നു. സെൻകുമാർ സാർ റിട്ടയർ ചെയ്തുകൊണ്ട് പറയുകയാണ്, ഞാൻ സാറ് DGP ആയിരിക്കുന്ന സമയത്ത് ഇതിനെല്ലാം കുറേ പരിഹാരം ഉണ്ടായി. അതാണല്ലോ സംഘിപ്പട്ടം അണിയേണ്ടതായിട്ട് വന്നത്. നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ആ കാര്യം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്, ആരൊക്കെയോ ഇവിടെ നിന്നൊക്കെയോ പറഞ്ഞു കൊടുത്തതിൻ്റെ ഫലമായിട്ടായിരിക്കാം ശബരിമലയ്ക്ക് പോയ സാറ് കായുകൊണ്ടും എടുത്തു പോയത് കൊണ്ട് അതിന് ചോദ്യം വന്നിരുന്നു. അതേ സമയത്ത് മറ്റൊരു വിഭാഗം സർക്കാർ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പോലീസ് വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പള്ളിയിൽ പോകുന്നതിനോ ചർച്ചിൽ പോകുന്നതിനോ ഒരു ചോദ്യവും ഉണ്ടായിരുന്നില്ല. ഞാൻ സാറിനെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ സ്ഥിതി ഏറ്റവും സ്ഫോടനാത്മകമായ അന്തരീക്ഷമാണ്. നമ്മൾ വിചാരിക്കും, എൻ്റെ വീട്ടിലല്ലല്ലോ പ്രശ്നം, എൻ്റെ വീട്ടിലല്ലോ ഓരോരുത്തരും ചിന്തിക്കും. അറിയണ്ടേ, മനസ്സിലാക്കണ്ടേ. ഇവിടെ ഇരിക്കുന്നവരടക്കം നമ്മൾ നേരെ വീട്ടിൽ പോകും. സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. സമൂഹത്തിൽ നടക്കുന്നു, രാജ്യദ്രോഹ പ്രവർത്തനം നടക്കുന്നു. ഈ ഹിന്ദുത്വത്തെ നശിപ്പിക്കാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുന്നു. നമ്മൾ അറിയാറുണ്ടോ? ആരാണ് ഇതിന് പിന്തുണ കൊടുക്കുന്നത്? പിന്തുണ കൊടുക്കുന്നത് സ്വാഭിമാനമില്ലാത്ത ഹിന്ദുക്കളിൽപ്പെട്ട ആളുകൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഭൂമി വാങ്ങിക്കൊടുക്കുന്നതിനും ബിൽഡിങ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിനും ആരാ ബ്രോക്കർമാർ? ഹിന്ദുക്കളിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. രാഷ്ട്രീയക്കാരായ ആൾക്കാർ ആരും തന്നെ ഇതിൽ നിന്ന് ഭിന്നമല്ല എന്ന് കൂടി ഞാൻ ഖേദത്തോടെ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഇത് പറയുന്ന സമയത്ത് കുറച്ചൊരു നാണം കൂടി ലജ്ജ വരുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ പ്രത്യേക വിഭാഗക്കാർ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് കാരണമാണ്. എവിടെ നിന്നൊക്കെയോ വരുന്നു, പക്ഷെ അവർ കൃത്യമായിട്ടറിയാം. അതൊരു ചെയിനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ചിന്തയില്ല. അതാണ് നേരത്തെ ഉദ്ഘാടനത്തിൽ പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് അഭിമാനം വേണ്ടേ? അഭിമാനം ഉണ്ടായിരുന്നില്ലേ ഹിന്ദുവിന്? അടുത്ത ദിവസം വനവാസി വികാസ കേന്ദ്രം ഒരു പരിപാടി നടത്തി. പ്രധാനമന്ത്രിയുടെ യോജനയായി വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ എങ്ങനെ പങ്കാളികളായി എന്നുള്ളതാണ്. നമ്മൾ കരുതും പാവങ്ങളാണ്. അത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല, കേരളത്തിലും നടന്നിട്ടുണ്ട്. പഴശ്ശിയോടൊപ്പം യുദ്ധം ചെയ്തത് വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. കുറച്ചരും കുറുമരും. അവരുടെ ഇടയിൽ ധാരാളം പ്രവർത്തിച്ച ആളാണ് KG വേണുഗോപാൽ. അറിയാം, ആ വിഭാഗത്തിനിടയിൽ ചെന്ന് അവർക്ക് വേണ്ടി, അവർ ഉദ്ധാരണത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്ത സമയത്ത് അവർ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു.
ഏതെല്ലാം വിധത്തിൽ ഖേൽഖൂദ് എന്നൊരു പരിപാടി അതിൽ അവതരിപ്പിച്ചിരുന്നത്. കളി കൊടുത്തു. അമ്പുവിൻ്റെ അടുത്ത് അവർക്ക് അമ്പയിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. അതിന് പ്രേരിപ്പിക്കാനുള്ള അവസ്ഥ ചെയ്തു കൊടുത്തു. ഇതിൻ്റെ ഫലമായി ആ വിഭാഗത്തിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ ഉയർന്നു വരുന്നു, പഠിത്തമുള്ളവർ ഉയർന്നു വന്നു. ആ ആളുകളാണ് ഇപ്പോൾ അന്ന് അവരൊക്കെ ചെയ്തതിൻ്റെ ഫലമായി, ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉയർന്നു വന്ന ആൾക്കാരാണ് ഇന്ന് മന്ത്രിസഭയിലുള്ള ST ആൾക്കാരെന്ന് കൂടി നമ്മൾ ഓർക്കണം. അതിന് കാരണക്കാരായി വർത്തിച്ചത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ, ഞങ്ങളെല്ലാവരെയും വളർത്തിയ കേരളക്കാരനല്ലാത്ത മഹാരാഷ്ട്രക്കാരനുള്ള ഒരു വ്യക്തി കേരളത്തിൽ വന്ന് ഹിന്ദുത്വത്തെ അവരുടെ അടിഞ്ഞു കിടന്നിരുന്ന ബോധത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. ആ ബോധം തെളിച്ചു. അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഭാസ്കറാവുജി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹമായിരുന്നു കേരളത്തിലെ പ്രവർത്തനത്തിന് ശേഷം വനവാസികളിൽ പ്രവർത്തിക്കാൻ പോയത്. അങ്ങനെ കേരളക്കാരായുള്ള ഉന്നതനെ പോലത്തെ നിരവധി ആൾക്കാരെ അദ്ദേഹം ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി. ആസാമിലും നാഗാലാൻഡിലും ബോഡോലാൻഡിലും എല്ലാ സ്ഥലത്തും അവരവിടെ പോയി പ്രവർത്തിച്ചു. ആ വനവാസികളിൽ അവരുടെ ഹിന്ദുത്വ ബോധം അവർ ഉയർത്തി. ഇതേപോലെ നമ്മൾ ബോധം ഉണർത്തേണ്ടതല്ലേ, ഉണർത്തിപ്പിക്കേണ്ടതല്ലേ? കേരളത്തിലാണ് നിന്ന് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ. അഭിമാനമില്ല, പക്ഷെ ദുരഭിമാനമുണ്ട്. ഒരാൾ നന്നാക്കുന്നത് മറ്റേയാൾക്ക് കണ്ടുകൂടാ. പല സംഘടനകളിലും പ്രവർത്തിക്കുന്ന ആൾക്കാർ അവനുണ്ടെങ്കിൽ ഞാനില്ല, ഇത് ധർമ്മപരിഷത്തല്ല കേട്ടോ. അവനുണ്ടെങ്കിൽ ഞാനില്ല വേണ്ട. പൊരുതാൻ കഴിവുള്ളവർ പൊരുതാത്ത കാര്യങ്ങൾ, ഞങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു വയസ്സന്മാരാ, ചെറുപ്പക്കാർ വേണ്ടി പൊരുതണം. അധർമ്മം കണ്ടു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഒരുപക്ഷെ ഇതിൻ്റെ ഇടയിൽ ഇരിക്കുന്ന ആൾക്കാർ പോലും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തെ കുറിച്ചിട്ട് പല്ലിളിക്കാൻ കാണിക്കാൻ മതി ഒരു പക്ഷെ എൻ്റെ നേരെ, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം നമ്മൾ അറിയപ്പെടുന്നത് ശ്രീപത്മനാഭന്റെ പേരിലാണ്. ആ ശ്രീപത്മനാഭ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ അടുത്ത കാലത്ത് ഒരു സംഭവം നടന്നു. ഇവിടുത്തെ ജനം പോലത്തെ ചാനലുകൾ അത് കാണിച്ചതാണ്. എന്തായിരുന്നു? അവർ ക്ഷേത്രത്തിന്റെ സ്ഥലത്ത് ഒരു ജീവനക്കാരൻ ബിരിയാണി വിതരണം, വെജിറ്റബിൾ ബിരിയാണി അല്ല, ചിക്കൻ ബിരിയാണി. അതിനെ സംബന്ധിച്ച് പോയി ചോദിച്ച സമയത്ത് ഞങ്ങളടക്കമുള്ള ആൾക്കാരാണ് പോയി ചോദിച്ചത്. എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞ മറുപടി, ഇതിന് മുമ്പ് ഇവിടെ ഇങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട്, ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസർ എന്തിനാണ് വെച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ മുറിയിലാണ് ഈ ബിരിയാണി വിതരണം നടന്നതെന്നുള്ള കൂടി ഓർക്കണം. ചാനലിലൊക്കെ വന്ന സമയത്ത് ഈ ക്ഷേത്രവുമായി ആരാണോ ക്ഷേത്രത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത്, എനിക്ക് പറയാൻ മടിയില്ല. എന്നോട് ചോദിച്ചു, ആൾക്കൂട്ടത്തിൽ വെച്ചിട്ടാണ് ചോദിച്ചത്, അങ്ങ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടാണോ ചാനലുകാരുടെ മുമ്പിൽ സംസാരിച്ചത്? ഞാൻ പറഞ്ഞു അതെ. ഒരു കാര്യം പോലും അന്വേഷിക്കാതെ അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്ന സ്വഭാവക്കാരനല്ല ഞാൻ വളർന്നു വന്നത്, എന്നെ വളർത്തിയെടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ്. ഇന്ന് ആ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ പോലും ഇതിനനുകൂലമായിട്ട് പറഞ്ഞാൽ ഞാൻ ആ അധർമ്മത്തിനെതിരായി പോരാടും. ആ രീതിയിലാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് ഞാൻ എന്നോട് ചോദിച്ച ആളുടെ പേര് ഇപ്പം തെറ്റാണ്. നിങ്ങളൊക്കെ ദൈവത്തിനെ പോലെ ആരാധിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്നാണ് ചോദ്യം വന്നത്. ഈ കാര്യം പറഞ്ഞപ്പോൾ പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞു പോയി. ഹിന്ദുത്വത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ, ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആര് പറയുന്നു എന്നുള്ളതല്ല,
സത്യമാര് പറയുന്നു, ധർമ്മമാര് പറയുന്നു എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത. അതിലും ദയനീയമായ ചില കാര്യങ്ങൾ ചില ഹിന്ദു പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ ഭാഗം സത്യമായിരുന്നു. ക്ഷേത്രത്തിൽ നടന്നത് പുറത്തുള്ള ആൾക്കാർ പറഞ്ഞത് ഈ ക്ഷേത്രത്തെ തകർക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് അങ്ങനത്തെ പ്രചരണം മൂലം കൊടുത്തു. നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യമാണ്, ഒന്നല്ല, ഇതേപോലത്തെ നിരവധി കാര്യങ്ങൾ. ശ്രദ്ധ വേണ്ടേ? കണ്ണ് ശരീരത്തിൽ മുഴുവനാകണം, കളരിക്കാർ പറയുന്നത് പോലെ. ചെവി ശരീരത്തിൽ മുഴുവനാകണം. എന്നാൽ മാത്രമേ ഇന്നത്തെ ഈ തിരുവനന്തപുരത്തായാലും കേരളത്തിലാണെങ്കിലും ഭാരതത്തിലായാലും നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് സ്വാഭിമാനത്തോടു കൂടി സ്വധർമ്മത്തിന് വേണ്ടി എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാനില്ല, ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞില്ല. 50-60 വർഷമായി ഓരോരുത്തർ സീറ്റും ഇല്ല, അവർക്ക് കസേരയില്ല, കെട്ടിലുമില്ല, അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഇടയിൽ വന്നിട്ടാണ് എനിക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിണങ്ങി പോകുന്ന അവസ്ഥ. വേണോ സീറ്റ്? സോഷ്യൽ മീഡിയയിൽ കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാമായി എന്ന് പറയുന്ന വിഡ്ഢികളുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് ഈ ഭൂമിയെ കുറിച്ചറിയോ, ഇവിടുത്തെ മണ്ണിനെ കുറിച്ചറിയോ? അവർ ഈ സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുന്ന സമയത്ത് വിചാരിക്കും ഒരു കുണ്ടിലേക്ക് കളിയെക്കുറിച്ച് കുമ്മനശ്ശേരി സാധാരണ അതിൻ്റെ ധാരണ ആകാശം ചലിക്കുന്നത് എൻ്റെ ആസനത്തിലാണെന്നതാണ്. അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം ആളുകൾ, അധികാര ദുർമോഹികളുള്ള ആൾക്കാർ, സ്ഥാനമോഹികളുടെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ പ്രവർത്തകർ ഇതൊന്നും ആഗ്രഹിക്കാത്തവരാണ്. അവർക്ക് സീറ്റും വേണ്ട, ഒന്നും വേണ്ട, സമാജത്തിലടങ്ങി പ്രവർത്തിച്ചാൽ മതി. ആ പ്രവർത്തനത്തിൽ 70% ആൾക്കാരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊന്നും ആഗ്രഹിക്കാത്ത പ്രസ്ഥാനത്തിൽ വളർന്നു വന്നവരായതുകൊണ്ട് അവരിത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ നീട്ടുന്നില്ല. ഈ പരിപാടിക്ക് നമ്മുടെ ജനറൽ സെക്രട്ടറി കത്ത് കൊണ്ട് തന്നത് എന്നോട് നിർത്താൻ പറയാനല്ല, പെട്ടെന്ന് കത്തുകൾ നിർത്താൻ പറയാനാണ്. ഇവിടെ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ മെമ്പർഷിപ്പ് അതിൻ്റെ ഫോം വിതരണം ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും സാധിക്കുന്ന ആൾക്കാർ 1000 രൂപയാണ് മെമ്പർഷിപ്പ്. അതെടുക്കാൻ തയ്യാറാകണം എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ കത്ത് കൊണ്ട് തന്നത്. സാധിക്കുന്ന ആൾക്കാർ ഇത് ചെയ്യും. ഇവിടുന്ന് തന്നെ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവരാൻ കോഡുണ്ട്, അതിലേക്ക് പൈസ അയച്ചു കൊടുക്കാം. പൈസ ഇപ്പം വേണ്ട, മൊബൈൽ മുഖാന്തരം ചെയ്യാവുന്നതാണ്. അത് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് എഴുതുന്ന പത്രങ്ങൾ, ജന്മഭൂമിയുടെ കേസരിൻ്റെ അത് കേസരി എടുക്കാൻ വേണ്ടി നേരത്തെ നിശ്ചയിച്ചിരുന്നു. നമ്മുടെ ഡോക്ടർ ശ്രീനി എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹം ആ കേസരി എടുത്തുകൊണ്ട് ഇവിടുന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും കേസരിയിലെ. ഏതായാലും ഇത്തരം കാര്യങ്ങൾ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ജയ് ഹിന്ദു ധർമ്മം. ദോഷമപാസ്യ രാമനാമാക്ഷരാമൃതഗണൈർഹൃദയം നിഷിഞ്ചൻ യസ്സാദ്വനുഗ്രഹപദേന ദിവം വിവേശതം ശ്രീനീലകണ്ഠഗുരുപാദമനുസ്മരാം. വിഗ്രഹേ രാമചന്ദ്രസ്യ വിലയീഭൂതചേതസാ അഹം ബ്രഹ്മേതി വേദാന്ത തത്വബോധസ്വരൂപിണി വിഭൂതിമാത്രദാനേന സർവാനുഗ്രഹദായിനേ ശ്രീനീലകണ്ഠശിഷ്യായ സത്യാനന്ദായ നമഃ. ആദ്യമേ തന്നെ
എൻ്റെ എല്ലാ ചിന്താശകലങ്ങളും ഗുരുക്കന്മാരുടെ ബ്രഹ്മശ്രീ ശ്രീ നീലകണ്ഠ ഗുരുപാദ തൃപ്പാദങ്ങളിലും സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും അർപ്പിച്ചുകൊണ്ട് ഏതാനും വാക്കുകൾ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. 1991 പ്രസിദ്ധമായ പുത്തരിക്കണ്ടം മൈതാനത്തിൽ സ്വാമി സത്യാനന്ദ സരസ്വതി തെളിയിച്ച ഈ ദീപമാണ് നമ്മൾ ഇവിടെ വീണ്ടും അണയാതെ സൂക്ഷിക്കുന്നത്. അദ്ദേഹം തുടങ്ങിവെച്ച ഹിന്ദു മഹാസമ്മേളനത്തിൽ പ്രസിദ്ധരായ LK അദ്വാനി, ശ്രീമാൻ മുരളി മനോഹർ ജോഷി, ശ്രീമതി രാജ വിജയരാജ സിന്ധ്യ, മറ്റു പ്രമുഖരായ ദേശീയ പ്രാധാന്യമുള്ള നേതാക്കൾ ശ്രീമാൻ അശോക് സിംഗാൾ മുതലായവർ പങ്കെടുത്ത് ധന്യമാക്കി ഇവിടെ അതിഗംഭീരമായി നടന്നുകൊണ്ടിരുന്ന സമ്മേളനമാണ്. നിങ്ങൾക്കറിയാം, പലർക്കും ദൃക്സാക്ഷികളായിരിക്കും. അതില് ചില സംഭവങ്ങൾ ആലോചിച്ചാൽ നമ്മുടെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. അതിലെ സമ്മേളനത്തിന്റെ അവസാന ദിവസത്തിന് തൊട്ടു മുമ്പിലത്തെ ദിവസം ആദ്യത്തെ സമ്മേളനത്തിന് 1991 ആ സമാപനത്തിന്റെ തലേ ദിവസത്തെ ഒരു ലക്ഷ്മി പൂജ എന്ന് പറയുന്ന ഒരു പരിപാടി, അതായത് സഹസ്രനാമ അർച്ചനയാണ്. അന്ന് ഞങ്ങള് കണ്ട കാഴ്ചയാണ്. ഇവിടെ ഓവർബ്രിഡ്ജിന്റെ സ്ഥലത്ത്, ഓവർബ്രിഡ്ജിന്റെയും അട്ടക്കുളങ്ങര ആ ഭാഗത്തും ശക്തമായ മഴ പെയ്യുമ്പോഴും പുത്തരിക്കണ്ടം മൈതാനത്ത് ഈ അർച്ചിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെയും മറ്റു ജനങ്ങളുടെയും ദേഹത്ത് ഒരു തുള്ളി വെള്ളം പോലും വീഴാതെ സംരക്ഷിച്ച സ്വാമിജിയെ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടുള്ളതാണ്. അത്ഭുതകരമായ സംഭവങ്ങൾക്ക് പലതും ദൃക്സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ സമ്മേളനങ്ങളിൽ. നിങ്ങൾക്കെല്ലാം അറിയാം, പാലുകാച്ചി മലയിൽ വിഗ്രഹങ്ങളുടെ തല വിച്ഛേദിച്ചപ്പോഴും ഇവിടെ ശംഖുമുഖത്ത് നമ്മുടെ ആറാട്ട് നടക്കുന്ന സ്ഥലത്ത് പെർമനന്റ് ആയ ഒരു സ്ട്രക്ചർ ഉയർന്നു വന്നപ്പോഴും നിലയ്ക്കലിൽ കുരിശ് സ്ഥാപിച്ചപ്പോഴും പ്രതികരിച്ച ആ സ്വാമിജി ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല ചെയ്തിട്ടുള്ളത്, ആധ്യാത്മികമായി ഒരു പശ്ചാത്തലം ശ്രീരാമദാസ ആശ്രമത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ആശ്രമത്തില് നടന്നു പോകുന്ന അധ്യാത്മ രാമായണം രാവിലെ ആദ്യ അക്ഷരം മുതൽ വായിച്ച് അവസാനം വരെ ദിവസവും വായിക്കുന്ന ഒരു ആശ്രമമാണ് ഈ ലോകത്ത്. എവിടെ പരിശോധിച്ചാലും ഇത്തരം ആചാരങ്ങൾ, ശ്രീരാമ പട്ടാഭിഷേക പൂജ ചെയ്യുന്ന ആശ്രമം, ആത്മാരാമ പൂജ ചെയ്തിരുന്ന സന്യാസിയായ സ്വാമിജി, ഇദ്ദേഹത്തിന്റെ ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, അദ്ദേഹം ഹിന്ദുവിന് വേണ്ടി ഈ ഹിന്ദു മഹാസമ്മേളനം നടത്തുവാനുള്ള ഒരു ആർജവം കൂടി കാണിച്ചു. എന്തിനെന്ന് വെച്ചാൽ, ഇവിടെ ആർഷഭാരത സംസ്കാരം അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരം 5000 വർഷങ്ങൾ പഴക്കമുണ്ട്. അതൊരിക്കലും നശിച്ചു പോകുന്ന ഒരു സംസ്കാരമല്ല. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ അതിന് മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്തത്. അത് ഇന്ന് ഇവിടെ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ നേതൃത്വത്തിൽ അത് തുടരാൻ കഴിഞ്ഞത് ഞാൻ ഗോപാൽജിയും മറ്റ് കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന യാതൊരു ലാഭേച്ഛയും കൂടാതെ, യാതൊരു പ്രസിദ്ധിയും ആവശ്യമില്ല അവര് കർമ്മനിരതരായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവരെ നമ്മൾ എല്ലാവരും ഒരു കൈ സഹായിക്കണം.
ഇവിടെ സുഗ്രീവനുണ്ട്, ജാമ്പവാനുണ്ട്, ഹനുമാൻജിയുണ്ട്, വാനരപ്പടയുണ്ട്, അതിന്റെ പുറകിൽ അണ്ണാര കണ്ണന്മാരുണ്ട്. അവരെല്ലാം നമ്മൾ സഹായിച്ച് ആ അണ കെട്ടാൻ, ഈ ഹൈന്ദവ സംസ്കാരത്തിന്റെ മൂല്യച്യുതി സംഭവിക്കാതെ നോക്കുന്ന ഇന്നത്തെ സമൂഹത്തെ രക്ഷിക്കാനായി നമുക്ക് ഇവരെ ഒന്ന് സഹായിക്കണം. അതാണ് എൻ്റെ അഭ്യർത്ഥന. അതിന് അന്ന് സ്വാമിജി തെളിയിച്ച ആ ദീപനാളം നമ്മൾ ഓരോരുത്തരും അത് കെടാതെ സൂക്ഷിക്കും. അത് നമ്മുടെ അവസാന ശ്വാസം വരെ നമ്മൾ അത് കെടാതെ സൂക്ഷിക്കും. അതിനു വേണ്ടിയുള്ള ഈ ശ്രമം ഗോപാൽജിയുടെയും മറ്റു കൂട്ടുകാരുടെയും ഹിന്ദുധർമ്മ പരിഷത്തിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മളുകൂടി പങ്കാളികളാകും. അതിന്റെ ഓരോ പ്രവർത്തനവും ലാഭേച്ഛയില്ലാതെ നമ്മൾ പ്രവർത്തിക്കും എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. ഈ അവസരത്തിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുന്ന ഗോപാൽജിക്ക് എല്ലാ പിന്തുണയും ഈ അണ്ണാരക്കണ്ണൻ എന്നുള്ള നിലയിൽ എന്റെയും പിന്തുണ ഉണ്ടാവും. എന്റെ എല്ലാ ചിന്താശകലങ്ങളും ഞാൻ സ്വാമി തൃപ്പാദങ്ങളിൽ, ശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ തൃപ്പാദങ്ങളിൽ, സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്നു ഈ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ ഉദ്ഘാടന സ്ഥലത്ത് പങ്കെടുത്ത പ്രമുഖരായ നേതാക്കളെ, ഇവിടെ സ്ഥാപനത്തിലുള്ള മറ്റ് നല്ലവരായ നേതാക്കളെ, ഗോപാൽജിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി കുറച്ച് വർഷങ്ങളായി നടന്നു വന്ന ഈ ഹിന്ദു ധർമ്മ പരിഷത്ത് നല്ലൊരു സൗഹൃദ സംഘമാണ് ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ളത്. ഗോപാൽജി തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ വിവിധ പ്രസ്ഥാനങ്ങളുടെ യോഗങ്ങൾ അടുത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ആധ്യാത്മികമായിട്ടും വിദ്യാർത്ഥികളുടേതും വ്യവസായികളുടെ, അന്ന് യുവാക്കളുടേതായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള അങ്ങനെയുള്ള യോഗങ്ങൾ, സമ്മേളനങ്ങൾ ഈ ഹിന്ദുധർമ്മ പരിഷത്ത് വിജയിപ്പിക്കുവാൻ വളരെ ഉപകാരപ്രദമായിരിക്കും. ഗോപാൽജി നേതൃത്വം കൊടുക്കുന്ന ഹിന്ദുധർമ്മ പരിഷത്ത് വിജയിപ്പിക്കുന്നതിന് എല്ലാവിധമായ പിന്തുണ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും നമസ്കാരം. ഇന്ന് ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഹിന്ദുക്കൾക്ക് സാമ്പത്തികം ഒരു പ്രശ്നമാണ്. പക്ഷേ അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് ഹിന്ദുത്വം നശിക്കുന്നു എന്നുള്ളത്. കാരണം ഹിന്ദുത്വം ഒരു സംസ്കാരമാണ്. അത് ഒരു നല്ല വിഭാഗം ഹിന്ദുക്കൾക്കും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതിലൊക്കെ ഈ സംഘടനാ പ്രവർത്തനത്തിൽ സംഘപരിവാരമായിട്ടൊക്കെ യോജിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ കുടുംബത്തിലുള്ളവർക്ക് വിശ്വാസമുണ്ട്, ആചാരങ്ങളുണ്ട്, ശരിയാണ്. പക്ഷേ നമ്മളുടെ എത്ര കുടുംബങ്ങളിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നേരമെങ്കിലും കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു സമ്പ്രദായം പോയി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിന് വിളക്ക് കൊളുത്തുന്നത് പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു കുടുംബങ്ങളിൽ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ ഹിന്ദു ആവുന്നത് എങ്ങനെയാണ്, ആ സംസ്കാരം എന്താണെന്ന് നമുക്ക് അറിയാതെ പോവുകയാണ്. അപ്പോൾ അതിന് നമ്മളെ ക്ഷേത്രങ്ങൾ, നേരത്തെ സെൻകുമാർ സാർ പറഞ്ഞതുപോലെ നമ്മൾ ക്ഷേത്രങ്ങളെ ഉപയോഗപ്പെടുത്തണം, ഈ സംസ്കാരം പ്രസരിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗപ്പെടുത്തണം. ഒപ്പം തന്നെ നമുക്ക്
ക്ഷേത്രങ്ങൾ, ക്ഷേത്രഭൂമി അതെല്ലാം കൂടി ചേർത്ത ഒരു വലിയ സ്വത്താണ്. അത് ഹിന്ദുക്കൾ ഭക്തരുടെ കയ്യിൽ വരണം. ബോഡിനെയൊക്കെ പിരിച്ചു വിട്ട് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണമെല്ലാം കളഞ്ഞിട്ട് അത് അത്രയും സ്വത്ത് നമുക്ക് കിട്ടുകയാണ്. അല്ലാതെ നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല. നമ്മൾ പരസ്പരം സഹായിച്ചാൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും, എത്ര കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഒരു നല്ലൊരു എമൗണ്ട് കയ്യിൽ കിട്ടിയാലേ എന്തെങ്കിലും ബിസിനസ് എങ്കിലും ചെയ്ത് തൊഴിലവസരങ്ങൾ, അതുപോലെ ഫാമിങ് ഇതെല്ലാം നടത്തി തൊഴിലവസരങ്ങൾ ഹിന്ദുക്കൾക്ക് കൊടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മളെ ക്ഷേത്രങ്ങൾ ആദ്യം ഈ ഗവൺമെൻറ് ഇരിക്കുമ്പോഴെങ്കിലും, അതായത് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഗവൺമെൻറ് ഇരിക്കുമ്പോഴെങ്കിലും നമ്മൾ ഈ ക്ഷേത്ര സ്വത്തുക്കൾ യഥാർത്ഥത്തിൽ ആരുടെ കയ്യിലാണോ വരേണ്ടത് അവരിൽ വരുത്താൻ ശ്രമിക്കണം. ആ സമ്പത്ത് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത്, അപ്പോൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കാം, സംസ്കാരം കൊടുക്കാം, ഒപ്പം തന്നെ നമുക്ക് സാമ്പത്തിക സ്രോതസ്സായിട്ടും അതിനെ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഹിന്ദുവിൻ്റെ സംസ്കാരം ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു വിട്ടാൽ പോരില്ല, അതിനെക്കുറിച്ച് 2 വാക്ക്. അതായത് നമുക്ക് ഈ ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം എന്ന് പറയുമ്പോൾ അതിന് പല മുഖങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് മറ്റ് മതങ്ങളിലുള്ളതുപോലെ വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ്. ഇത് രണ്ടും ഈ 2 കാര്യത്തിൽ ഒതുങ്ങുന്നതല്ല ഹൈന്ദവ സംസ്കാരം. പക്ഷേ ഈ 2 കാര്യത്തിൽ പോലും നമ്മൾ മറ്റു മതസ്ഥരെക്കാൾ വ്യത്യസ്തരാണ്. കാരണം ഇത് ഇന്ന് സയൻസ് കണ്ടുപിടിച്ചിട്ടുള്ള തത്വങ്ങൾ, സത്യം, അതിൽ പ്രൂവ് ചെയ്തിട്ടുള്ള സിദ്ധാന്തം, അതിനനുസരിച്ചാണ് നമ്മൾ ഈ ആചാരങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും എല്ലാം കൊണ്ടുപോകുന്നത്. കാരണം നമ്മൾക്ക് ഈ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് വൈദിക ജ്ഞാനമാണ്. വൈദിക ജ്ഞാനം എന്ന് പറയുന്നത് അത് അതിപുരാതന കാലം തുടങ്ങി നമ്മളുടെ സ്വത്തായിരുന്നു. ആ വൈദിക ജ്ഞാനത്തിൽ പറയുന്നത് ഒരേ ഒരു സത്ത തന്നെയാണ് ഇതെല്ലാമായിരിക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും ഈ ഇതര ജീവികളും എല്ലാം തന്നെ ഒന്നിൽ നിന്ന് വന്നു. ഇത് തന്നെയല്ലേ ഇന്ന് സയൻസ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിനെയാണ് നമ്മുടെ പല അതായത് പലതായിട്ട് നിൽക്കുന്നു. ഒരു സത്ത പലതായിട്ട് നിൽക്കുന്നു. അനേകം സത്തകളുണ്ട്, അനേകം ശക്തി സ്വരൂപങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഏക സത്ത പല രൂപാന്തരത്തിൽ നിൽക്കുന്ന പല ഈശ്വര ശക്തികളായിട്ട് നിൽക്കുന്നതിനാണ് നമ്മൾ ഒത്തിരി ദൈവങ്ങളുണ്ടെന്നൊക്കെ പറയുന്നത്. ദേവതകളാണ് അതൊക്കെ. നമുക്ക് ഒരേ ഒരു സത്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദുക്കളുടെ അടുത്ത തലമുറ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ തന്നെ കുട്ടികൾ ഹൈന്ദവ സംസ്കാരത്തെ മാനിക്കാതെ പോകുന്നത്. അവർ വിചാരിക്കുന്ന എന്തൊക്കെയോ കുറേ അന്ധവിശ്വാസങ്ങളുടെ കൂടാരമാണ് നമ്മളുടെ ഈ ഹൈന്ദവികളുടെ. അങ്ങനെയല്ല. ശരിക്കും സയൻസ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന സത്യത്തെ, അത് നമ്മുടെ ഈ വിശ്വാസത്തെ എല്ലാം സാധൂകരിക്കുന്നതാണ്. നമ്മുടെ ആദിശക്തിയെയും അതിൻ്റെ വിവിധ രൂപങ്ങളെയും അതിപുരാതന കാലം തൊട്ട് നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതെല്ലാം നമ്മുടെ ദേവതകളാണ്. പക്ഷെ ഏക സത്യത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരേ സത്യത്തിൻ്റെതാണ്, അതിൽ നിന്ന് പ്രസരിക്കുന്നതാണ് ബാക്കി എല്ലാ ശക്തി സ്വരൂപങ്ങളും വിശ്വസിക്കുന്ന ഏക സത്യത്തിൽ വിശ്വസിക്കുന്നത് ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഏത് റിലിജിയൻ നിങ്ങൾ എടുത്താലും അതിനകത്ത് വ്യത്യാസങ്ങളുണ്ട്, ഭേദമുണ്ട്. ഈശ്വരനും മനുഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ട്, പ്രകൃതിയും മനുഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ട്, പ്രകൃതിയും ഈശ്വരനും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഹിന്ദുവിന് ഇതെല്ലാം ഒന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏക സത്യത്തിൽ വിശ്വസിക്കുന്നത് ഒരേ ഒരു സംസ്കാരമേ ഉള്ളൂ. അത് ഹൈന്ദവ സംസ്കാരമാണ്. ഈ സംസ്കാരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ ജിഹാദുകളൊന്നും സംഭവിക്കുന്നില്ല, ലവ് ജിഹാദൊന്നും സംഭവിക്കാതെ കുട്ടികൾ നമ്മളുടെ ട്രഡീഷനെ മാനിക്കാൻ പഠിക്കുന്നു. പിന്നെ സേവന മനോഭാവം കുട്ടികൾക്ക് നമ്മൾ വരുത്തി കൊടുക്കണം. നമ്മൾ തന്നെ അത് ചെയ്ത് നമ്മുടെ കുട്ടികൾക്കും അത് പാസ് ഔട്ട് ചെയ്ത്, അത് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്. സ്വാർത്ഥം എഴുതി നിസ്വാർത്ഥ സേവനം ചെയ്യുക. അതുപോലെ നമ്മുടെ ഒരു ചെറിയ സമൂഹത്തിന് വേണ്ടിയല്ല, നമ്മുടെ ദേശം ബൃഹത്തായ സമൂഹമാണ് ദേശം. ആ ദേശത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആ ഒരു തത്വം അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വ്യക്തി വികാസവും അതുപോലെ തന്നെ ആത്മീയത, ധാർമ്മികത ഇതെല്ലാം തന്നെ നിലനിർത്താൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.
സൂചിപ്പിച്ചതുപോലെ സ്വാഗത സംഘത്തിൽ എല്ലാവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരാണ്. എല്ലാവർക്കും ചില പാരാമീറ്റർ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇത് തീർന്നില്ല, ഇനിയും സ്വാഗത സംഘം തന്നെ ഉണ്ട്. അപ്പം ഇതിൻ്റെ 2 പേരുടെ പേര് മാത്രം ഞാനിവിടെ പറയാം. ഒന്ന്, ഈ സ്വാഗത സംഘത്തിൻ്റെ മുഖ്യ രക്ഷാധികാരി ശ്രീ സെൻകുമാർ സാറാണ്. ഈ ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ചെയർമാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, അതിൽ മാറ്റമില്ല, രാജശേഖരൻ അവരുകളാണ്. സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ ഇന്നിവിടെ എത്താൻ സാധിച്ചില്ല, അദ്ദേഹം വിദേശ യാത്രയിലാണ്. ഇത് ഏറ്റെടുത്തോളം സമ്മതിച്ചിട്ടുണ്ട് നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹമാണ് സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ. ബാക്കി പറയാൻ വേണ്ടിയിട്ട്, വായിക്കാൻ വേണ്ടിയിട്ട് അരുൺ. സ്വാഗതത്തിൽ ആചാര്യസഭയാണ് ആദ്യമായി. തിരുവനന്തപുരത്തെ സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാം ആചാര്യസഭയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൂടാണ്ട് ഒ രാജഗോപാൽജി, ശ്രീ MS രമേശൻ സാർ, കുമ്മനം രാജശേഖരൻ സാർ, RG നായർ, MS ഭുവനചന്ദ്രൻ, AG വേണുഗോപാൽ, ഗോശാല വിഷ്ണു വാസുദേവൻ, H ഗണേഷ്, സുരേഷ് മോഹൻ, CK കുഞ്ഞ്, ഡോക്ടർ മധുസൂദനൻ പിള്ള. രക്ഷാധികാരികൾ ആയിട്ട് ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ഗോപിനാഥ് IPS, രാജശേഖരൻ നായർ ചെങ്കോട്ടുകോണം, ശ്രീ സുരേഷ് കുമാർ, ഡോക്ടർ തോട്ടക്കാട് ശശി, ഡോക്ടർ സുജാത, ഡോക്ടർ ഹരീന്ദ്രൻ നായർ, അഡ്വക്കേറ്റ് പേരുക്കട ഹരികുമാർ, സജികുമാർ, അമൃതാനന്ദമയി മഠം, ജയരാജ്, ഡോക്ടർ ബാലചന്ദ്രൻ, അനൂപ് AV, രഘു, CK നായർ, രവീന്ദ്രൻ, MNC ബോസ്, KP നായർ, അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്, ഡോക്ടർ മാർത്താണ്ഡപിള്ള, MS ഫൈസൽ ഖാൻ, ആറ്റുകാൽ ശശിധരൻ നായർ, ദിനേശ് പണിക്കർ, അഡ്വക്കേറ്റ് മോഹൻദാസ്, അഡ്വക്കേറ്റ് ഗുരുരാജ് കൽക്കുറ, ശ്രീമാൻ VV രാജേഷ്. വൈസ് ചെയർമാൻമാരായിട്ട് ശ്രീമതി റാണി മോഹൻദാസ്, അനന്തപുരി മണികണ്ഠൻ, ശ്രീ അരുൺ ഉണ്ണിത്താൻ, ഡോക്ടർ അരവിന്ദൻ, ശ്രീ അജിത് ദാസ്, ഗിരീഷ് കുമാർ, ശ്രീ ഗോകുൽ ദാസ്, ചന്ദ്രശേഖരൻ നായർ ചാന്ദ് അക്കാദമി, ഡോക്ടർ ലക്ഷ്മി, അഡ്വക്കേറ്റ് GS പ്രകാശ്, ഡോക്ടർ ജയശ്രീ, ജ്യോതിഷ് ചന്ദ്രൻ, പാച്ചല്ലൂർ അശോകൻ, ഡോക്ടർ ശ്രീനി, R സുരേഷ്, S മധുസൂദനൻ നായർ. വൈസ് ചെയർമാൻമാർ RK രാധാകൃഷ്ണ മേനോൻ, മോഹൻകുമാർ, ശ്രീ ഹരിബായ്, ശ്രീമതി ഹരിബായ് നായർ, രാജീവ് ലോചനൻ, സതീഷ് ഗോപി, വിജയൻ IPS, അനിൽ പരമേശ്വരൻ, ശക്തിധരൻ ചിന്മയമിഷൻ, പത്മനാഭൻ, ശ്രീ ഗിരികുമാർ, നെയ്യാറ്റിങ്കര പുരുഷോത്തമൻ നായർ, വേണുഗോപാലൻ നായർ K, സനൽകുമാരൻ തമ്പി. വർക്കിംഗ് ചെയർമാൻ കാര്യദർശിയായിട്ട് ശ്രീ P സുധാകർജി, മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, ജനറൽ കൺവീനർ ശ്രീ ശരത് ചന്ദ്രൻ നായർ വേട്ടമുക്ക്, ജോയിന്റ് ജനറൽ കൺവീനറായിട്ട് MS വിഷ്ണു, വനിതാ ചെയർപേഴ്സണായിട്ട് ജയശ്രീ ഗോപാലകൃഷ്ണൻ,
വൈസ് ചെയർപേഴ്സണായിട്ട് നീലിമ കുറുപ്പ്. കൂടാണ്ട് മറ്റൊത്തിരി സബ് കമ്മിറ്റികളുണ്ട്. അതെല്ലാം വഴിയെ ഗോപാൽജി അറിയിക്കുന്നതായിരിക്കും. ഗോപാൽജി പറഞ്ഞതുപോലെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പേരും ഒന്നല്ലെങ്കിൽ മറ്റൊരു കമ്മിറ്റിയിൽ സജീവമായിട്ടുള്ളവരാണ്. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഹിന്ദു മഹാസമ്മേളനമാണ് ഹിന്ദുധർമ്മ പരിഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി. അതിൽ ഹിന്ദു മഹാസമ്മേളനം ആരംഭിക്കുന്നതോടുകൂടി ആ സമ്മേളനം നടത്തുന്ന സമിതിക്കാണ് പ്രാധാന്യം. എല്ലാ തവണയും അതിന്റെ പ്രധാന ചാലക ശക്തിയായിട്ട് പ്രവർത്തിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനറൽ കൺവീനറാണ്. അദ്ദേഹവും പ്രസിഡന്റുമായിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എഴുത്തുകുത്തുകളൊക്കെ നടത്തുന്നതും ആ പരിപാടികളിൽ പൂർണ്ണമായും മുന്നിൽ നിൽക്കുന്നതും. ഇത്തവണ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ നമ്മൾ ഇതിനു മുമ്പ് കൂടിയ യോഗം ഏകകണ്ഠമായി നമ്മുടെ ജനറൽ കൺവീനറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീ ശരത് ചന്ദ്രൻ നായർ ജെ. അദ്ദേഹമായിരിക്കും ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുക. അദ്ദേഹത്തിന്റെ സ്വാഗതം പറയാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളു. അദ്ദേഹത്തെ ഈ പരിപാടിയുടെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന അഭിനന്ദരായ എല്ലാ സുമനസ്സുകളെയും പ്രണമിക്കും. സ്വാമിജിയുടെ സ്മരണ, ആ തീവ്ര സ്മരണ ഇന്നും അതിശക്തമായി ജ്വലിച്ചു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പരിപ്രേക്ഷ്യമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്വാമിജി കൊളുത്തിവെച്ച ആ ജ്വാല ഇന്നും അണയാതെ അതിന് പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണക്കാരായ കുറച്ച് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പ്രിയ ഗോപാൽജി, അദ്ദേഹം വാർത്തെടുത്ത ഒരു ടീം ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ചുക്കാൻ പിടിച്ചുകൊണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സംഘടനാ യന്ത്രത്തിൻ്റെ മർമ്മമറിഞ്ഞ ശ്രീ ഗോപാൽജി അദ്ദേഹത്തെ ആ രൂപത്തിൽ വാർത്തെടുത്തതിൻ്റെ കാരണം എന്താണെന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു. കാരണക്കാരൻ ആരാണെന്ന്. കേരളത്തിലെ ഹിന്ദു സമൂഹം ഒരുപക്ഷെ എല്ലാവരും ഓർക്കാത്ത, വളരെ കൂടുതൽ ആൾക്കാർ ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെടാതെ പോയ, അതേ അവസരത്തിൽ ഹിന്ദുത്വ അഭിമാനമുള്ള യുവാക്കളും മറ്റ് സമൂഹത്തിലെ മറ്റുള്ള ആൾക്കാരും എന്നും ആദരവോടെ സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു മഹാമനീഷി കേരളത്തിൽ ജീവിച്ചിരുന്നു. കേരളീയനല്ലെങ്കിലും മഹാരാഷ്ട്രയിൽ നിന്ന് ഇവിടെ എത്തിയ സ്വർഗീയ ഭാസ്കർറാവുജി എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ്റെ കയ്യിൽ കിടന്നാണ് ഗോപാൽജി സംഘടനാ യന്ത്രത്തിൻ്റെ മർമ്മം മനസ്സിലാക്കിയത്. അതിന്ന് പ്രായോഗികമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ രാജശേഖരനെ പോലുള്ളവർ, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഈ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിൻ്റെ അടിത്തറ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഇന്നും ആത്മാഭിമാനത്തോടെ എപ്പോഴും ഏത് വേദിയിൽ പോയാലും അദ്ദേഹം അഭിമാനത്തോടുകൂടി പറയുന്ന ആ ഒരു പ്രസ്ഥാനം, സംഘം. ബാലസ്വയംസേവനായിരുന്നിട്ട് ഇവിടെ നിന്ന് പോയി എങ്കിലും കേരളത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിന് എനിക്ക് ഓർമ്മയിൽ ഇപ്പോൾ കേരളത്തോടുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവം, അമ്മയോട് കാണിക്കുന്ന അതേ മനോഭാവം തന്നെയാണ് കേരളത്തോടും കേരളത്തിലെ ഹിന്ദു സമൂഹത്തോടും അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അവിടെ ചില ബിസിനസ്സുകാരുടെ ഒരു ഇത് കൂട്ടിയിട്ട് അവിടെ ബിസിനസ് തുടങ്ങുന്നതിന്, വളരെ വലിയ ഹോട്ടൽ തുടങ്ങുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം നമുക്ക് പലർക്കും അറിയാം. അദ്ദേഹം പറഞ്ഞില്ല, ഞാനിവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ എൻ്റെ നാട്ടിൽ ആണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ അതിശയിച്ചു. നാളെ കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ധൈര്യം കാണിക്കുന്ന ഒരാൾ.
പക്ഷേ അദ്ദേഹം അന്ന് പറഞ്ഞ ആ തുടങ്ങിയ ബിസിനസ് സംരംഭത്തിൽ അതിനുശേഷം പ്രധാനമന്ത്രിയായി വന്നപ്പോൾ അല്ലേ വന്നത് അല്ലേ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയാവുന്നതിന് തൊട്ട് മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം ആ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചത്. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പരിപാടികൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ സമയമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ പൂജനീയനായ സത്യാനന്ദ സരസ്വതി സ്വാമികൾ അദ്ദേഹം നമ്മുടെയൊക്കെ മനസ്സിൽ ഏത് തരത്തിലായിരുന്നു ഹിന്ദുത്വ അഭിമാനം, ഹിന്ദുത്വ ബോധം കടത്തിവിട്ടത് എന്നുള്ളതിൻ്റെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാൻ ഈ സമയം നല്ലതാണ്, അല്ലെങ്കിൽ അത് ഉപകരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുകയാണ്. നമുക്കറിയാം, ഇന്ന് അദ്ദേഹം പ്രിയ രാജശേഖരൻ പറഞ്ഞതുപോലെ ശംഖുമുഖത്ത് വന്നിറങ്ങിയാൽ ഇന്ന് അവിടെ അമ്പലത്തിൻ്റെ ചുറ്റും നല്ലൊരു മതിലും നല്ല ചിത്രപ്പണികളുള്ള ആ കാര്യങ്ങൾ നമുക്ക് കാണാം. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ ഉയരാൻ പോയിരുന്നത് ഒരു പള്ളിയും അതിൻ്റേതായിട്ടുള്ള ആരൂഢങ്ങളും ആയിരുന്നു. അതിന് തടസ്സം നിന്നത് പൂജനീയ സ്വാമിജിയുടെ അതിശക്തമായ ഇടപെടലും അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രതികരണവും അതേപോലെ പ്രതിരോധവും ആയിരുന്നു എന്ന് നമുക്കറിയാം. പോപ്പ് കേരളത്തിൽ 4 സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് തിരുവനന്തപുരമായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ആ സ്ഥലം, എറണാകുളത്ത് NAD കുറേയേറെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലം, കോട്ടയത്ത് ഇന്ന് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിക്കുന്നതിൻ്റെ ആ സ്ഥലം, 4ാമത്തത് തിരുവനന്തപുരത്ത്, അത് ശംഖുമുഖത്ത് തന്നെ വേണം എന്നവരങ്ങ് തീരുമാനിച്ചു. ആറാട്ട് നടക്കുന്ന ആ ഭാഗത്ത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അന്ന് അതിന് അനുവാദം കൊടുക്കാനും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും ഇന്നത്തെ പോലെ തന്നെ അന്നും ഹൈന്ദവ വിരോധിയായിട്ടുള്ള സർക്കാരുകൾ അന്നും ഇന്നും എന്നും നിലനിന്നിരുന്നു നമുക്കറിയാം. അന്നും അതേപോലത്തെ സർക്കാരാണ് ഉണ്ടായിരുന്നത്. അവിടെ വളരെ വേഗം തന്നെ പണി തുടങ്ങിക്കഴിഞ്ഞു. അത് മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് വേഗം ഉറയ്ക്കുന്ന കോൺക്രീറ്റ് കൊണ്ടാണ്. അതായത് നാളെയോ മറ്റന്നാളോ പൊളിച്ചു കളയാനുള്ളതല്ല, വർഷങ്ങളോളം നിലനിൽക്കുന്ന പോപ്പ് വന്നിരുന്നതിൻ്റെ ഒരു സ്മാരകമായിട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തിരുന്നത്. സ്വാമിക്ക് അതിനെതിരായിട്ട് ശക്തമായി നടപടികൾ നീക്കി. ഒരിടത്തും അടുക്കുന്ന രൂപത്തിലായിരുന്നില്ല അന്നത്തെ മന്ത്രിമാരും ബാക്കി എല്ലാവരും അതിനെതിരായിട്ട് പള്ളിക്കും പാതിരിക്കും പോപ്പിനും അനുകൂലമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നീങ്ങി. പക്ഷേ സ്വാമിജി അവിടെ നിന്ന് നിർത്താൻ തയ്യാറായില്ല. അവസാനം ഒരു പ്രകടനം നമ്മുടെ പാളയം യൂണിവേഴ്സിറ്റി ഓഫീസിൻ്റെ മുമ്പിൽ നിന്നും തുടങ്ങി. അത് മെയിൻ റോഡിൽ കൂടെ വന്നിട്ട് കിഴക്കേക്കോട്ടയിൽ പത്തിരക്കണ്ട മൈതാനത്ത് വെച്ചിട്ട് വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ സ്വാമിജി അദ്ദേഹം അനൗൺസ് ചെയ്തു, ഏതായാലും ശരി ഈ ദിവസം പോപ്പിൻ്റെ പരിപാടി ശംഖുമുഖത്ത് നടക്കില്ല എന്ന് അതിശക്തമായ സ്വാമിയുടെ ശബ്ദവും സ്വരവും അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവും എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അത് അവിടെ ഉദ്ഘോഷിച്ചു. അത് എല്ലാവരെയും വളരെ കൂടുതൽ ചിന്താകുലരാക്കി. അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു. സ്വാമിജി പറഞ്ഞു, ഏത് തരത്തിലുള്ള പ്രതിരോധങ്ങളാണ് നിങ്ങൾ സൃഷ്ടിച്ചാലും ഹിന്ദുവിൻ്റെ ആ ആത്മാഭിമാനമുള്ള ഹിന്ദുവിൻ്റെ ശക്തി അതിനെല്ലാം കടന്നു പോകും. ഹിന്ദുത്വ അഭിമാനമുള്ള യുവാക്കളുടെ നിര കേരളത്തിൽ നിന്നുണ്ട്. അതിനെ തടുക്കാൻ ഒരു ശക്തിക്കും, അധികാരത്തിൻ്റെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് സ്വാമി അവിടെ പ്രഖ്യാപിച്ചു. സ്വാമിജി പറഞ്ഞു, നിങ്ങൾ ഒരുപക്ഷെ കരയിൽ കൂടെ എല്ലാ ആയുധ സന്നാഹങ്ങളോടും കൂടെ വന്നാലും ശരി, കടലിൻ്റെ മക്കളായിട്ടുള്ള ഹിന്ദുക്കൾ കടലിൽ കൂടെ വരും. ഇന്ന് ശംഖുമുഖത്ത് വെളുത്ത നിറയുള്ള വെളുത്ത പതയുള്ള ആ തിരമാലകളാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ
അത് ചുവന്ന തിരമാലകളാക്കാൻ നിങ്ങൾ അവസരമുണ്ടാക്കരുത്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് സ്വാമി അവിടെ പ്രഖ്യാപിച്ചു. അത് പിന്നീടുള്ള അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നാം അറിഞ്ഞതാണ്. അതിനുശേഷം പലരും സ്വാമിജിയെ സമീപിച്ചു. ബിഷപ്പ് നേരിട്ട് സ്വാമിജിയെ സമീപിച്ചു. അവരൊരു ഇതൊക്കെ വച്ചിരുന്നു, സ്വാമിജി ബിഷപ്പ് ഹൗസിൽ പോയി കാണണമെന്നോ. സ്വാമിജിയില്ല, എനിക്ക് ചെറിയൊരു ആശ്രമമുണ്ട് അവിടെ, ആ ആശ്രമത്തിൽ വന്ന് നിങ്ങൾക്ക് കാണാം. കാരണം സ്വാമിജി അത് പറയാൻ മറ്റൊരു കാരണം ഉണ്ടായിരുന്നു. അതിനുമുമ്പ് നിലയ്ക്കൽ പ്രശ്നമായിട്ട് സ്വാമിജിയും മന്മഥൻ സാറുമൊക്കെ പോയപ്പോൾ സ്വാമിജിയെയും മന്മഥൻ സാറിനെയും 2 മണിക്കൂർ അവിടുത്തെ ബിഷപ്പ് പാതാള മനവരയിൽ കാത്തിരുത്തിച്ചു. സ്വാമിജി പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴും വരാം എൻ്റെ ആശ്രമത്തിലേക്ക്. അപ്പോൾ അവർ ഇങ്ങോട്ടൊരു വെച്ചു, പക്ഷേ പത്രക്കാരെ അറിയിക്കരുത്, മറ്റാരും അറിയിക്കരുത്. അത് ഞങ്ങളാരും അറിയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അവർ വന്നു, പത്രക്കാരും വന്ന് പടമെടുത്ത് പോയിട്ടു. അത് പോട്ടെ, അതിനെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ അന്ന് സ്വാമിജി പ്രഖ്യാപിച്ച സ്വാമിജിയുടെ ആ ഹിന്ദുത്വ അഭിമാനത്തിൻ്റെ പ്രഖ്യാപനം അത് ഫലം ചെയ്തത് തിരുവനന്തപുരത്ത് മാത്രമല്ല, അത് തൃശ്ശൂരിലെയും എറണാകുളത്ത് എല്ലേരിയിലെയും കോട്ടയത്ത് പുതിയ ബസ് സ്റ്റാൻഡിലെയും ഈ സ്മാരക സ്തംഭങ്ങൾ, ആ രൂപത്തിലുള്ള അതെല്ലാം തന്നെ പൊളിച്ചു മാറ്റേണ്ടി വന്നു. ഇവിടെ സ്വാമിജി പറഞ്ഞു അവസാനം അദ്ദേഹം വന്ന് സംസാരിച്ചു പോകട്ടെ. പക്ഷെ സംസാരിച്ചു പോയാൽ അടുത്ത ദിവസം തന്നെ ഈ കെട്ടിപ്പൊക്കിയ അദ്ദേഹത്തിൻ്റെ സ്മാരകം എന്നുള്ള രൂപത്തിൽ കെട്ടിപ്പൊക്കിയ ആ എല്ലാ കൺസ്ട്രക്ഷനും സ്ട്രക്ചറും പിറ്റേ ദിവസം 24 മണിക്കൂറിനുള്ളിൽ പൊളിച്ചു മാറ്റും എന്നാണ് പറഞ്ഞത്. സ്വാമിജി പറഞ്ഞു, എനിക്കത് വിശ്വാസമില്ല, മന്ത്രിമാരെയും എനിക്ക് ആരെയും വിശ്വാസമില്ല. അന്ന് ചീഫ് സെക്രട്ടറി അദ്ദേഹം പോയി പറഞ്ഞു, ഇത് എൻ്റെ വാക്കും കൂടെയാണ്, കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയുടെ വാക്കാണത്, രാഷ്ട്രീയക്കാരുടെ വാക്കല്ല. ഞാൻ അങ്ങേക്ക് വാക്ക് തരുന്നു, 24 മണിക്കൂറിന് ശേഷം ആ സ്ട്രക്ചർ അവിടെ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ സ്വാമിജി ചോദിച്ചു, അതിനെന്താ തെളിവ്? അല്ലെങ്കിൽ അത് എങ്ങനെ ഞാൻ വിശ്വസിക്കും? അങ്ങേക്ക് എന്നെ വിശ്വസിക്കാമെങ്കിൽ 24 മണിക്കൂറിന് ശേഷം ആ സ്ട്രക്ചർ അവിടെ നിലനിന്നാൽ 25ാമത്തെ മണിക്കൂർ ഞാൻ ഈ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരിക്കില്ല. ഇത് അങ്ങേക്ക് വിശ്വസിക്കാം, ഇത് എൻ്റെ വാക്കാണ്. സ്വാമിജി ഇത് വിശ്വസിച്ചു. അതേപോലെ തന്നെ ബിഷപ്പിന് അവിടെ സംസാരിക്കാൻ സന്ദർഭം കൊടുത്തു. ആ ബിഷപ്പ് സംസാരിച്ച് താഴെ ഇറങ്ങിയത് മുതൽ തന്നെ ഉടനെ തന്നെ 2-3 ദിവസം കൊണ്ട് ആ 24 മണിക്കൂറിനുള്ളിൽ അത് പൊളിക്കാൻ തുടങ്ങി. അത് പഴയപടി ആക്കാൻ സാധിച്ചു. ഞാനീ പറഞ്ഞത് ഹിന്ദുത്വ അഭിമാനം ഏത് തരത്തിൽ വളർത്തിയെടുക്കാം, ഉയർത്തിയെടുക്കാം, ഓരോരുത്തരിലേക്ക് ഊട്ടിയുറപ്പിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ ഒരു സന്യാസി ശ്രേഷ്ഠനായിരുന്നു നമുക്കുണ്ടായിരുന്ന സ്വാമിജി എന്ന് മറക്കണ്ട. പക്ഷെ അന്ന് അദ്ദേഹം ഇട്ട ആ വിത്തുകൾ ഇന്നും തിരുവനന്തപുരത്തിൻ്റെ ഫലഭാഗത്തും ഉയർന്നു പൊങ്ങി അത് വൃക്ഷമായിട്ടും ഫലം വിതർന്ന് നമുക്ക് കാണാൻ സാധിക്കും. അന്ന് സ്വാമിജിയോടൊപ്പം തന്നെ ചെറുപ്പക്കാരനായിട്ടുള്ള സംഘത്തിൻ്റെ പ്രവർത്തകൻ ശ്രീ ഭുവനചന്ദ്രൻജി അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നമ്മളുടേതായിട്ടുള്ള നിരാശയുടെ വാക്കുകൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തിരുവനന്തപുരത്തും ഹിന്ദുത്വ അഭിമാനം ജ്വലിച്ചു വരുന്ന, വിജൃംഭിക്കുന്ന ചില സ്ഥലങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. ഇന്ന് പൗർണമിക്കാവ് എല്ലാ മാസവും പൗർണമിക്ക് ഏകദേശം 10,000-ത്തിലധികം ആൾക്കാർ ഹിന്ദുത്വ അഭിമാനത്തോടെ എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ലെങ്കിലും ഹിന്ദുക്കളായിട്ട് അവർ ആ അമ്പലത്തിൽ വരികയും അവിടുത്തെ പൂജാ കാര്യങ്ങൾ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഓരോ ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ഗോപാലിജി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ സ്വാമിജി അന്നിട്ട വിത്തുകളാണ്, അതിന്ന് മുളച്ചു പൊന്തിയിട്ടുണ്ട്. ഈ പരിപാടിയുടെ പൂർണ്ണ വിജയം മാത്രമല്ല, ഈ പരിപാടി ഏറ്റവും കൂടുതൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിലും കാലഘട്ടത്തിലും അത് വളരെ അത്യാവശ്യമാണ്. അത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നീങ്ങാം. നമസ്കാരം. പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിന് വേണ്ടി ശ്രീ ഡോക്ടർ സെൻകുമാർ അവരുടെ ക്ഷണിക്കുന്നത്.
അദ്ദേഹത്തിന് ഹിന്ദുധർമ്മ പരിഷത്തിന്റെ മൊമെന്റം നൽകുന്നതിന് വേണ്ടി ഹിന്ദുധർമ്മ പരിഷത്ത് ചെയർമാൻ ശ്രീ രാജശേഖരൻ അവരെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും. ഈ ആദരവിന് നന്ദി പറഞ്ഞുകൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ സംഗീത് കുമാർ അവരെ ഞാൻ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പരിഷത്തിൻ്റെ ചെയർമാൻ പ്രിയ സുഹൃത്ത് ശ്രീ രാജശേഖരൻ നായർ അവർ, വളരെ ബഹുമാന്യനായ മുൻ DGP സെൻകുമാർ സാർ, വളരെ ബഹുമാന്യനായ ഗോപാൽജി, ശ്രീ ഭുവനേന്ദ്രൻജി, വേദിയിലും സ്വാമിജി, വേദിയിലും സദസ്സിലും ഉപവിഷ്ടായിട്ടുള്ള ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എനിക്കിന്നിവിടെ വലിയ സ്വീകരണത്തിനും ആദരവിനുമെല്ലാം നിങ്ങൾ ഓരോരുത്തരോടും എനിക്കുള്ള നന്ദിയും കടപ്പാടും ആദ്യമായിട്ട് രേഖപ്പെടുത്തുക. അഖില ഭാരത അയ്യപ്പ സേവക സംഘത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് കഴിഞ്ഞ മാസമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അഖില ഭാരത അയ്യപ്പ സേവക സംഘം 82 വർഷം പൂർത്തിയാക്കിയ ഒരു സംഘടനയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ അയ്യപ്പ സേവക സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. പ്രശസ്ത ഓപ്തമോളജിസ്റ്റ് ഡോക്ടർ വേലായുധം പിള്ളയാണ് അദ്ദേഹമാണ് ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. പിൽക്കാലത്ത് വളരെ പ്രശസ്ത വ്യക്തികളായിട്ടുള്ള ജസ്റ്റിസ് കെ ഗോവിന്ദപിള്ള, ഡോക്ടർ MKK നായർ, അതുപോലെ ദാമോദരൻ പോറ്റിൽ സാർ, ഏറ്റവും ഒടുവിൽ തെന്നല ബാലകൃഷ്ണപിള്ള സാറായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. പഴയ കാലത്ത് ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത കാലത്ത് അയ്യപ്പ ഭക്തന്മാർക്ക് വഴി തെളിയിച്ച്, ചൂട്ടുകൊണ്ട് വഴി തെളിയിച്ച് മറ്റും അവിടെ ചുക്കുവെള്ളം വിതരണം ചെയ്തും അന്നദാനം വിതരണം ചെയ്തും എല്ലാം വളരെ മഹത്തായ സേവനങ്ങൾ ആണ് അയ്യപ്പ സേവക സംഘം നടത്തി വരുന്നത്. ഇന്നും ആ സേവനങ്ങളെല്ലാം ശബരിമലയിലും മറ്റു പ്രദേശങ്ങളിലുമെല്ലാം തുറന്നു വരുന്നുണ്ട്. അതിന് ആ ഒരു സംഘടനയുടെ നേതൃനിലയിൽ വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അയ്യപ്പ ഭഗവാന്റെ ഒരു നിയോഗമായിരിക്കുമെന്ന് വിചാരിക്കാം. ഇന്നിവിടെ നിങ്ങളുടെ ആ ഒരു ആദരവും സ്വീകരണവും നൽകിയെന്ന് എനിക്ക് കൂടി ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സമയം അതിക്രമിച്ചതുകൊണ്ട് ഇനി അടുത്തതായിട്ട് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി സ്വാഗത സംഘം ചെയർമാൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ ശ്രീ ശരത് ചന്ദ്രകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നടന്ന സ്വാഗത സംഘ രൂപീകരണം വളരെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഞാൻ എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യം എന്ന് പറയുന്നത് 2025 ഏപ്രിൽ ഒരു 3-ാം വാരത്തോടു കൂടിയിട്ടാണ്. ഡേറ്റ് എക്സാക്ട്ലി ഫിക്സ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഏപ്രിൽ മാസം 3-ാം തീയതിയുടെ 2025 അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ഉത്തരഖണ്ഡ് മൈതാനത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ജനറൽ കൺവീനർ എന്ന നിലയിൽ 4 ദിവസത്തെ പരിപാടി ഉണ്ടെങ്കിലും ഒരു 150 ദിവസത്തെ ഞങ്ങളുടെ യജ്ഞം ഏതാണ്ട് ജനുവരി മുതൽ തുടങ്ങി. ഞങ്ങളുടെ ടീം ആണിതിൽ ശരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് വളരെ സന്തോഷത്തോടുകൂടിയും വളരെ നന്ദിയോടുകൂടിയും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. കാരണം ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ഞങ്ങളുടെ കോർ കമ്മിറ്റി ശ്രീ ഗോപാൽജി
പ്രസിഡൻ്റായിരിക്കുന്ന കോർ കമ്മിറ്റിയാണ് എന്നെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. ഞാൻ ആദ്യം അവരോടാണ് ഞാൻ നന്ദി പറയുന്നത്. കാരണം ഇത്രയും ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലി എന്നിൽ അവർ വളരെ ആത്മാർത്ഥമായിട്ട് ഏൽപ്പിച്ചു. അത് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാനിന്ന് കൂടുതൽ കാരണം പുസ്തകത്തിൻ്റെ ഒരുപാട് സമയമായി എല്ലാവരും ഇവിടെ വളരെ ഭംഗിയായിട്ട് സംസാരിച്ചു. നമ്മുടെ ആൾക്കാർക്കെല്ലാം ഒരുവിധം ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ നമ്മുടെ ഹൈന്ദവരുടെ പ്രശ്നങ്ങൾ പലരും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാതെ എൻ്റെ ആ ദൗത്യം ഞാനിവിടെ നിർവഹിക്കുകയാണ്. ആദ്യമായി ഞങ്ങളുടെ ചെയർമാൻ ശ്രീ രാജശേഖരൻ നായർ ഞാൻ ഈ രൂപീകരണത്തിലേക്ക് വന്നതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഹിന്ദുധർമ്മ പരിഷത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ഉദ്ഘാടകൻ ശ്രീ TP സെൻകുമാർ സാറിന് ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ കുറച്ച് ലേറ്റായി പോയെങ്കിലും എല്ലാവർക്കും ആദരണീയനായ ശ്രീ സംഗീത് കുമാർ സാറ് അയ്യപ്പ സംഘത്തിൻ്റെ അഖില ഇന്ത്യ പ്രസിഡൻ്റായ NSSൻ്റെ വൈസ് പ്രസിഡൻറ്റുമാണ്. അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഈ ഹിന്ദുധർമ്മ പരിഷത്ത് നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ അധ്യക്ഷൻ ശ്രീ ഗോപാൽജിയെ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുക. ചെങ്കോട്ടുകോണം ശ്രീ രാമദാസ് ആശ്രമം ശ്രീ അനിൽ പരമേശ്വരനെ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ MS ഭുവനേന്ദ്രനെ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്ടർ CS വിജാറാം ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്ടർ കാച്ചമ്പൂർ അശോകൻ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ വിവേക് ഗോവൽ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ CK കുഞ്ഞ് ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ KG വേണുഗോപാൽ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാമി സേവാനന്ദ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. രാജവൈദ്യൻ മോഹൻലാൽ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇവിടെ തീർച്ചയായിട്ടും ഇത്രയും സമയം ചെലവഴിച്ച് ഇവിടെ വന്നു. എല്ലാവർക്കും ആവേശമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വന്ന ഓരോരുത്തരെയും ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. മാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ അവർക്ക് ഈ നാഷണൽ ക്ലബിൻ്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.